بسم الله الرحمن الرحيم. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. نشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن سيدنا ونبينا ومولانا محمدا صلى الله عليه وسلم عبده ورسوله. اللهم صل وسلم وبارك على رسولك سيدنا ومولانا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين وآلهم وصحبهم والتابعين لهم بإحسان إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين قالوا ربنا الله ثم استقاموا فلا خوف عليهم ولا هم يحزنون. أولئك أصحاب الجنة خالدين فيها جزاء بما كانوا يعملون. صدق الله العلي العظيم. صدق وصدق وبلغ رسوله النبي الكريم، ونحن على ما قال ربنا من الشاهدين الشاكرين، والحمد لله رب العالمين. بنور رسول الله أشرقت الدنا، ففي نوره كل يجيء ويذهب. براه جلال الحق للخلق رحمة، ففي بده كل الورى يتقلب. بدا مجده من قبل نشأة آدم، فأسماؤه في العرش من قبل تكتب. بمبعاثه كل النبيين بشرت، فما مرسل إلا له كان يخطب. صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية. സമാദരണീയരായ സയ്യിദ് അവർകളെ, ഉസ്താദുമാരെ, ഉലമാക്കളെ, മഹല്ല് കാരണവന്മാരെ, മാന്യ സഹോദരന്മാരെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, ആദരണീയരായ ശൈഖുന മാണി ഉസ്താദ്, അൽഹംദുലില്ലാഹ് നമ്മുടെ ഈ മജ്ലിസ് അവിടുത്തെ ദുആ കൊണ്ട്, അതുപോലെ മറ്റു ഉസ്താദുമാരുടെ സാന്നിധ്യത്തിൽ ഉദ്ഘാടനം ചെയ്ത് ദുആ ചെയ്ത് നിർവഹിച്ച് നമുക്ക് അനുഗ്രഹിച്ചു തന്നു. അല്ലാഹു അവിടുത്തേക്കും നമ്മുടെ മുഴുവൻ ഉലമാ സാദാത്തുക്കൾക്കും ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. പരിശുദ്ധ ദീനിന്റെ ഖിദ്മത്തിലായി നമുക്ക്, നമ്മുടെ നാട്ടുകാർക്ക്, പുറം നാട്ടുകാർക്കൊക്കെ നേതൃത്വം നൽകാൻ ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ വിശുദ്ധമായ മജ്ലിസിലെത്തിയ നമ്മുടെ ഈ നല്ല നിമിഷങ്ങൾ ഇരു ലോകത്തും ഉപകരിക്കുന്ന നിമിഷങ്ങളായി അല്ലാഹു നമുക്ക് രേഖപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല
മുഅ്മിനുകളായ നമ്മെ അനുഗ്രഹിക്കുന്ന ഏറ്റവും വലിയ വിഷയം അല്ലാഹു നൽകുന്ന ഇൽമാണ്. അറിവ് കൊണ്ടാണ് നമ്മുടെ ഖൽബിനെ നമുക്ക് പ്രകാശിപ്പിക്കാൻ കഴിയുക. എന്നും അറിവ് നുകരുന്നവരാകണം ഞാനും നിങ്ങളും. നമ്മളൊക്കെ എന്നും മുതഅല്ലിമുകളാണ്, ആലിമുകളായിട്ടില്ല. ഉസ്താദുമാരുടെ കിതാബുകൾക്ക്, വലിയ വലിയ ഉലമാഇന്റെ കിതാബുകൾക്ക് ഖിദ്മത്ത് ചെയ്യുന്ന, അത് മുതാല ചെയ്യുന്ന മുതഅല്ലിമുകളാണ് നമ്മൾ. ഒരു മുതഅല്ലിമായി എല്ലാ ആളുകൾക്കും ജീവിക്കാൻ കഴിയും. അത് പ്രത്യേക വേഷത്തിൽ സമയമൊക്കെ പാലിച്ചു പോയി ഇരിക്കുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ സമൂഹത്തിൽ ഏറ്റവും വലിയ മഹത്വമുള്ള ആളുകളാണ്. അതിനുവേണ്ടി തന്നെ അവരുടെ ജീവിതം ഒഴിഞ്ഞു വെക്കുകയാണ്. വീട്ടിലിരിക്കുന്ന നമുക്കൊക്കെ ഇപ്പോൾ പഠിക്കാനുള്ള സാഹചര്യങ്ങൾ ഏറെയുണ്ട്. ധാരാളം ക്ലാസുകൾ നടക്കുന്നു. പൊതുവായും അല്ലാതെയുമുള്ള ഇൽമുകൾ പഠിച്ച് എന്നും അറിവുകൾ കേട്ട് നമ്മൾ കൂടുതൽ 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 നമ്മുടെ ഖൽബിനെ പ്രകാശിപ്പിക്കും. ആദരവായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു അറിവും ഒരു സംസ്കാരവും ഒരു ശുദ്ധിയും ഇല്ലാത്ത ആ കാലഘട്ടത്തിലെ ജനങ്ങളെ മുഴുവനും സംസ്കരിച്ച് സംശുദ്ധിയുടെ ഏറ്റവും വലിയ ഉത്തുംഗതിയിലേക്ക് ഉയർത്തിയത് വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മത വയുസക്കീഹിം. അതിനെ കാര്യമായി തങ്ങൾ ഉപയോഗിച്ചത് ഇൽമ് അവർക്ക് പകർന്നു നൽകിയിട്ടാണ്. ആളുകളുടെ മനസ്സിലേക്ക് അറിവ് നൽകി ആ മനസ്സിൽ അള്ളിപ്പിടിച്ചിരിക്കുന്ന അന്ധകാര നിബിഡമായ ആശയങ്ങൾ മുഴുവനും തുടച്ചു നീക്കി ശരിയായ വിശ്വാസവും കർമ്മവും രൂഢമൂലമാക്കി ഏറ്റവും നല്ല തെളിമയാർന്ന മനസ്സ്, വിനയവും വണക്കവും ഒതുക്കവും സൂക്ഷ്മതയും ആത്മാർത്ഥതയും നേരായ വഴിയിലുള്ള ചലിക്കാനുള്ള നല്ല തന്റെ ഇടവും ഒക്കെ നൽകി അവരെ വളർത്തി ഉയർത്തിയത് ഇൽമു നൽകിക്കൊണ്ടാണ്. ആ ഇൽമിന് വേണ്ടി മാത്രമാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അധികം കിട്ടാൻ വേണ്ടി അല്ലാഹു ദുആ ചെയ്യാൻ പറഞ്ഞത്. വഖുർ റബ്ബി സിദ്നി ഇൽമാ. തങ്ങൾ പറയണം നബിയെ, റബ്ബി സിദ്നി ഇൽമാ, അല്ലാഹുവേ എനിക്ക് നീ ഇൽമിൽ വർധനവ് നൽകണം. അല്ലാഹുവിന്റെ മഖ്ലൂഖാത്തിൽ അല്ലാഹു ഏറ്റവും വലിയ ഇൽമു നൽകിയത് മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാമിനല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉസ്താദാണ് ജിബ്രീൽ അലൈഹിസ്സലാം. അതിനേക്കാൾ വലിയ ഇൽമ് അല്ലാഹു നൽകിയത് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്. ഇത് കേൾക്കുമ്പോൾ ഒരു പുതിയ വിഷയമാണെന്ന് കരുതിയിട്ട് അടിവരയിടണ്ട. ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹമീദ് അൽ ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി സവിസ്തരം അത് പ്രതിപാദിച്ചിട്ടുണ്ട്, വിശദീകരിച്ചിട്ടുണ്ട്. എന്താ അങ്ങനെ പറയാനുള്ള കാരണം? എല്ലാ മഖാമുകളും മറികടന്ന് ലോകത്തൊരു മഹാനും എത്തിപ്പെടാത്ത വിധാനത്തിലേക്ക്, ഏറ്റവും വലിയ വിധാനത്തിലേക്ക്, റബ്ബ് തആലയുടെ ഹദ്റത്തിലേക്ക്, സന്നിധാനത്തിലേക്ക് അല്ലാഹു പെർമിഷൻ കൊടുത്ത ഒരേ ഒരു നേതാവ് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രമാണ്. എന്താണ് അല്ലാഹു തആല അവിടുന്ന് തങ്ങൾക്ക് പകർന്നു നൽകിയത്? ഫഔഹാ ഇലാ അബ്ദിഹി മാ ഔഹാ. അല്ലാഹു തന്റെ അടിമയിലേക്ക്, അല്ലാഹുവിന്റെ അടിമ എന്ന് അല്ലാഹു ഖുർആനിലൂടെ ഏറ്റവും അധികം പഠിപ്പിച്ച അടിമ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. കാരണം അല്ലാഹുവിന്റെ അടിമയാകുന്നതിൽ A to Z കമാലിയത്ത് നേടിയ, പൂർണ്ണത നേടിയ ഏറ്റവും വലിയ നേതാവ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അതുകൊണ്ടാണ് ആ വിശേഷണം പലപ്പോഴും അല്ലാഹു എടുത്തുദ്ധരിച്ചത്.
ഇന്ന് രാത്രിയും നാളെ പകലും മുതൽ സുന്നത്തുള്ള സൂറത്തുൽ കഹ്ഫിന്റെ ഒന്നാമത്തെ സൂക്തത്തിൽ തന്നെ അല്ലാഹു പറഞ്ഞില്ലേ, അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ്. അല്ലാഹു തന്റെ അടിമയുടെ മേൽ ഏറ്റവും പരിപൂർണമായ ഗ്രന്ഥം ഇറക്കി അല്ലാഹു അനുഗ്രഹം ചെയ്തു. ആ അല്ലാഹുവിനാണ് സർവസ്തുതിയും. ആരാണ് സഹോദരങ്ങളെ ആ അബ്ദ്? അത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. തങ്ങളിലേക്ക് അല്ലാഹു അവിടുന്ന് വഹീ നൽകി. എന്തൊക്കെ അത് വിശദീകരിച്ചാൽ തീർക്കാൻ കഴിയൂല. അതുകൊണ്ടാണ് മാ ഔഹാ. ഒരാൾ പറഞ്ഞാലും ജീവിതം മുഴുവനും എഴുതിയാലും ഇവിടെയുള്ള മുഴുവൻ ഉലമാ എഴുതിയാലും തീർക്കാൻ കഴിയാത്ത അത്രയും വിഷയമുണ്ട്. മൊത്തത്തിൽ അല്ലാഹു പറഞ്ഞു മാ ഔഹാ. അല്ലാഹു വഹീ നൽകിയത് മുഴുവനും നൽകി. ആ മഖാം കഴിഞ്ഞാൽ സിദ്റത്തുൽ മുൻതഹ കഴിഞ്ഞാൽ ജിബ്രീൽ അലൈഹിസ്സലാമിന് പെർമിഷൻ ഇല്ല. സിദ്റത്തുൽ മുൻതഹ വരെ എത്തിയപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, നബിയേ, ഞങ്ങൾ മലക്കുകൾക്ക് ഓരോരുത്തർക്കും ഓരോ പോയിന്റ് ഉണ്ട്. വമാ മിന്നാ ഇല്ലാ ലഹു മഖാമും മഅലൂം. ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയപ്പെട്ട ഓരോ പോസ്റ്റുകളുണ്ട്. അവിടം വരെ ഞങ്ങൾക്ക് വരാനും നിൽക്കാനും പറ്റൂ. ഇവിടുന്ന് തങ്ങൾ മുന്നോട്ട് ഒറ്റക്ക് നീങ്ങണം. അല്ല ജിബ്രീൽ, ഇതുവരെ എന്റെ കൂടെ മസ്ജിദുൽ ഹറാമിന്റെ ആ പ്രതലത്തിൽ വെച്ച് ബുറാഖിനെ എന്റെ മുന്നിലേക്ക് നിർത്തി തന്ന് എന്റെ കൂടെ സഹയാത്രികനായി ഗൈഡായി വന്ന് ഇവിടെ വെച്ച് അഹുനാ യുഫാരിഖുൽ ഖലീൽ വൽ ഖലീൽ, ഇവിടെ വെച്ചാണോ നിങ്ങൾ എന്നെ വേർപിരിയുന്നത്? ഓ നബിയേ, ഇവിടെ വെച്ച് പിരിയാതെ എനിക്ക് പറ്റില്ല. കാരണം അല്ലാഹുവിന്റെ പെർമിഷൻ ഇതുവരെയാണ്. ഇവിടുന്ന് ഇതിന്റെ മുമ്പ് ഒരു നബിയും ഇവിടുന്ന് വിട്ടുകിടന്നിട്ടില്ല. ഇനി ശേഷം ഒരാളും വിട്ടുകിടക്കാനും ഇല്ല. അല്ലാഹു തങ്ങൾക്ക് മാത്രം നൽകിയ വിധാനമാണ്. തങ്ങൾ അങ്ങ് മുന്നോട്ട് നീങ്ങണം. എന്തേ ജിബ്രീൽ നിങ്ങൾ വരാത്തത്? ഞാൻ ഇവിടുന്ന് തങ്ങളെ കൂടെ വന്നാൽ ലഹ്തറഖ്തു മിൻ നൂർ, ഇവിടുന്ന് അങ്ങോട്ടുള്ള നൂറാനിയത്ത് സ്വീകരിക്കാൻ കഴിയാതെ എന്റെ ശരീരം കത്തിക്കരിഞ്ഞ് ചാമ്പലായി പോകും നബിയേ. എന്റെ ശരീരത്തെക്കാളും പവർ അല്ലാഹു നൽകിയിരിക്കുന്നത് തങ്ങളെ ശരീരത്തിനാണ്. എനിക്കുള്ളതിനേക്കാളും മഹത്വം നൽകിയിരിക്കുന്നത് അങ്ങേക്കാണ് നബിയേ. അങ്ങ് മുന്നോട്ട് നീങ്ങിക്കോളൂ. യാതൊരു നിലക്കും പേടിക്കേണ്ടതില്ല. ദനി തഖദ്ദം യാ ഹബീബി ലാ തഖഫ് അബ്ശിർ തുനാജി റബ്ബകൽ ഖയ്യൂമാ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. ആകയാൽ സൃഷ്ടികളിൽ ഏറ്റവും അധികം അല്ലാഹു ഇൽമു നൽകി ആദരിച്ചത് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്. അത് അല്ലാഹു എടുത്തു പറഞ്ഞു ഖുർആനിലൂടെ. ഏറ്റവും വലിയ അനുഗ്രഹമായി അല്ലാഹു പറഞ്ഞു, അലം നശ്റഹ് ലക സദ്റക്. ഓ നബിയേ, തങ്ങൾക്ക് അല്ലാഹു എല്ലാത്തരം ഇൽമും തന്ന് എല്ലാത്തരം ഹിക്മത്തും തന്ന് ഏറ്റവും വലിയ ശർഹ് സദ്ർ തന്നു. മാനസിക വിശാലത നമ്മൾ ഒറ്റയടിക്ക് അർത്ഥം പറയൂ. എന്താ അതിന്റെ അർത്ഥം? എല്ലാ ഇൽമും നൽകിയിട്ടുള്ള ഒരു വിശാലത. അല്ലാഹുവിന്റെ മാരിഫത്ത്, പാരത്രിക ലോകത്തെ കുറിച്ചുള്ള ഏറ്റവും വലിയ അറിവ്. ആ അറിവ് വർദ്ധിക്കുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ മനസ്സും നമ്മുടെ ശരീരവും നമ്മുടെ ഇബാദത്തും എല്ലാം സ്വീകാര്യതയുടെ തലത്തിലേക്ക് ഉയരും. ഞാൻ ആമുഖമായി പറയുന്നത് ഇൽമൊക്കെ മതിയായി എന്നാരും കരുതരുത്. ഇൽമു കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അങ്ങനല്ലേ? ഖിയാമത്ത് നാളാകുമ്പോ ഇൽമു കുറയുന്നോ കൂടുന്ന പറഞ്ഞേ? കുറയുന്നു. എന്താ കൂടുന്നു പറഞ്ഞ സാധനം? യക്സുറുൽ ജഹ്ലു. കൂടുന്നു പറഞ്ഞാൽ എന്താ? ജഹ്ൽ അധികരിക്കും, അജ്ഞത അധികരിക്കും. നമ്മൾ നമ്മെ തന്നെ പരിശോധിച്ചാൽ മതി. ഞാൻ എന്നെയും നിങ്ങൾ ഓരോരുത്തരും നിങ്ങളെയും പരിശോധിച്ചാൽ മതി. പുറത്തേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. ഏതെങ്കിലും ഒരു അമല്
അതിന്റെ പൂർണ്ണമായ മസ്അലകളോടുകൂടി നിർവഹിക്കാനുള്ള കെൽപ്പ് നമുക്കുണ്ടോ സഹോദരങ്ങളെ? അല്ലാഹു നമുക്ക് ഇൽമേറ്റി തരട്ടെ. അതിനാണ് കിതാബുകളൊക്കെ മുത്താല ചെയ്ത് ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസവും ഓതിക്കൊടുത്തു ഖൽബിലായി ഒന്ന് തറച്ചു കിട്ടും. ഇപ്പൊ നിസ്കാരം വലിയൊരു അമലാണ്. അതിന്റെ മസ്അലകൾ പൂർണ്ണമായി ശരിക്ക് മനസ്സിൽ ഗ്രഹിച്ച് അതൊന്നും തെറ്റാതെയുള്ളൊരു നിസ്കാരം. ബാക്കിയുള്ളത് അവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞാല് ഖുശൂഉം ഇഖ്ലാസും ചേരുവകളൊക്കെ ചേർത്തിട്ടുള്ള നിസ്കാരം നിസ്കരിക്കണമെങ്കിൽ എത്ര അറിവ് വേണം? ഒരു കറാഹത്തും വരാതെ ഹജ്ജ് ചെയ്യണമെങ്കിൽ എത്ര ഇൽമു വേണം? ഒരു കറാഹത്തും വരാതെ നോമ്പ് നോൽക്കണമെങ്കിൽ എത്ര ഇൽമു വേണം? ഒരു കറാഹത്തും വരാതെ സക്കാത്ത് കൊടുക്കണമെങ്കിൽ എത്ര ഇൽമു വേണം? എല്ലാറ്റിനും വേണ്ടത് ഇൽമാണ്. ഇൽമാണ് നമുക്ക് അധികം വേണ്ടത്. അല്ലാഹു നമുക്ക് അധികം നൽകുമാറാകട്ടെ. ഇൽമിന്റെ ചോദ്യം നിർത്താൻ പറ്റില്ല. അതെപ്പോഴും അധികം അധികം ഇങ്ങനെ ചോദിക്കൊണ്ടിരിക്കും. നിങ്ങൾ നോക്കൂ, ഇത്ര വലിയ നിഅമത്ത് അല്ലാഹു ലോകത്താർക്കും നൽകിയിട്ടില്ല. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണ് ഏറ്റവും വലിയ നിഅമത്ത് അല്ലാഹു നൽകിയത്. ആ തങ്ങളോട് അല്ലാഹു തആല അധികം ചോദിക്കാൻ പറഞ്ഞ വിഷയം ഇൽമാണ്. റബ്ബി സിദ്നി ഇൽമാ. എത്രയാണ് അവിടുത്തെ ഇൽമിന്റെ വലുപ്പം? നമ്മളൊക്കെ ചൊല്ലാറില്ലേ, പാടാറില്ലേ? ബുർഉദ്ദാഇലൂടെ നമ്മൾ പറയാറില്ലേ സഹോദരങ്ങളെ? വാമിൻ ഉലൂമികാഇൽ മല്ലൗഹി വൽ ഖലമി. ലൗഹിലെയും ഖലമിലെയും ഇൽമ് അങ്ങയുടെ ഇൽമിന്റെ ഒരു ഭാഗമാണ്, ഫുള്ളല്ല. ലൗഹുൽ മഹ്ഫൂദിലെയും ഖലമിലെയൊക്കെ ഇൽമ് അല്ലാഹു തങ്ങൾക്ക് നൽകിയ ഇൽമിന്റെ ഒരു ഭാഗമാണ്. അത്രമാത്രമാണോ നൽകിയത്? അല്ല. വഅല്ലമക മാ ലം തകുൻ തഅലം വകാന ഫദ്ലുല്ലാഹി അലൈക അദീമാ. അറിയാത്തത് മുഴുവനും തങ്ങൾക്ക് അല്ലാഹു പഠിപ്പിച്ചു തന്നു. എല്ലാ വിഷയത്തെക്കുറിച്ചുള്ള അറിവ് പഠിപ്പിച്ചു തന്നു. ആ അറിവ് ചോദിച്ചുകൊണ്ടല്ലേ പലരും തങ്ങളെ അടുത്ത് വന്ന് അവരെ മനസ്സും വിശുദ്ധ ഇസ്ലാമിലേക്ക് വിശാലമായത്. എത്ര ആളുകളാണ് തങ്ങളോട് അറിവ് ചോദിച്ചു വന്നത്? കാരണം തൗറാത്തിലും ഇഞ്ചീലിലും വരാനിരിക്കുന്ന നബിയോട് നിങ്ങൾ ഇന്നിന്നും വിഷയങ്ങളൊക്കെ ചോദിക്കണം, ഇന്നിന്നും കാര്യങ്ങളൊക്കെ ചോദിക്കണമെന്ന് എണ്ണി എണ്ണി പറഞ്ഞത് കേട്ടും അറിഞ്ഞും വരിൽ നിന്നും കേട്ടറിവും മറ്റുള്ള അറിവ് കൊണ്ട് തങ്ങളെ മുന്നിലേക്ക് ജനങ്ങൾ വന്ന് ഓരോന്നും ചോദിച്ച് മനസ്സിലാക്കി ആ തൗറാത്തിലും ഇഞ്ചീലിലും പറഞ്ഞ ഇൽമിന് യാതൊരു വകഭേദവുമില്ലാതെ മറുപടി നൽകിയപ്പോ അവരെ മനസ്സിന്റെ അന്തം മുഴുവനും മാറിയിട്ട് യഥാർത്ഥ വഴിയിലേക്ക് മനസ്സങ്ങ് തുറന്നു വെച്ചു, തങ്ങളെ സ്വീകരിച്ചു. നിങ്ങൾ കണ്ടില്ലേ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പാന്റെ സഹോദരനല്ലേ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു. ബദർ യുദ്ധത്തിൽ തടവിലാക്കപ്പെട്ട പ്രമുഖന്മാരിൽ ഒരാളാണ് അബ്ബാസ് എന്നവര്. ആ അബ്ബാസ് എന്നവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അവിടുത്തെ അമ്മാണ്, ഉപ്പയുടെ സഹോദരനാണ്. അബ്ബാസേ, നിങ്ങൾ മോചന ദ്രവ്യം തരണം, നിങ്ങളെ വിടാ. നിങ്ങൾ തടവിലുള്ള ആളല്ലേ, നിങ്ങൾക്ക് മക്കയിലേക്ക് പോണ്ടേ? പിടിച്ച ആൾക്ക് മോചന ദ്രവ്യം കൊടുക്കും. അദ്ദേഹം എന്താണോ ആവശ്യപ്പെടുന്ന ദിർഹം ദീനാർ കൊടുക്കണോ? അപ്പൊ അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്റെ കയ്യിൽ എനിക്ക് കൊടുക്കാൻ എവിടുന്ന സ്വത്ത്? എനിക്ക് സ്വത്തൊന്നുമില്ലാന്നോ, സമ്പത്തൊന്നുമില്ലാന്നോ? ഇല്ലേ, എവിടെ സമ്പത്തൊന്നുമില്ല. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പതുക്കെ വന്ന് ചോദിച്ചു, അല്ല അബ്ബാസേ, നിങ്ങൾ എന്റെ അമ്മാണ്, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? മക്കളൊന്നും അറിയാതെ, കുടുംബങ്ങളൊന്നും അറിയാതെ നിങ്ങളെ വീട്ടിന്റെ ഉള്ളില് ഒരു അറയുണ്ടാക്കിയിട്ട് ആ അറക്കുള്ളിൽ നിങ്ങൾ വെച്ചൊരു സമ്പത്തില്ലേ, അതെവിടെ പോയി? അബ്ബാസ് എന്നവർ ഞെട്ടിപ്പോയി. അങ്ങനെ ഒരു അറ കാണിച്ചു കൊടുത്തു. മക്കള് വരെ അറിയില്ല, അയൽവാസികൾ അറിയില്ല, സ്നേഹിതന്മാരറിയില്ല. ആ അറിവെന്ന് പറഞ്ഞപ്പോ അബ്ബാസ് എന്നവരെ ഖൽബ് തുറന്നു. അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് പറഞ്ഞു, അശ്ഹദു അന്നക റസൂലുള്ളാഹ്.
എന്റെ സ്വന്തം കൂടപ്പിറപ്പുകളായ മക്കൾ പോലും അറിയാത്ത വിഷയം തങ്ങൾക്ക് അറിയിച്ചു തന്നത് അള്ളാഹു തന്നെയാണ് നബിയേ. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു അവിടുന്ന് അള്ളാന്റെ റസൂലാണ്. എങ്ങനെയാണ് അബ്ബാസ് എന്നവരെ വിശുദ്ധ ദീനിലേക്ക് കൊണ്ടുവന്നത്? അറിയാത്തത് മുഴുവനും തങ്ങൾക്ക് അല്ലാഹു പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. വകാന ഫദ്ലുല്ലാഹി അലൈക അദീമാ. എല്ലാ വിഷയത്തിലും അറിവില് മാത്രമല്ല, സ്വീകാര്യതയിൽ മാത്രമല്ല, സ്ഥാനമാനങ്ങളിൽ മാത്രമല്ല, ബഹുമാനങ്ങളിൽ മാത്രമല്ല, മോചിതത്തുകളിൽ മാത്രമല്ല, എല്ലാ വിഷയത്തിലും വകാന ഫദ്ലുല്ലാഹി അലൈക അദീമാ. അങ്ങേക്ക് അല്ലാഹു നൽകിയ ഔദാര്യം വിവരിക്കാൻ കഴിയില്ല. ലോകത്തൊരാൾക്കും അത് വിവരിച്ചു തീർക്കാൻ കഴിയില്ല. അത്രയും ബഹുമാനമുള്ളതാണ്, വലുതാണ്. സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുന്നിൽ വരുന്നവരെ ഖൽബിലേക്ക് ഇൽമങ്ങ് എണ്ണി കൊടുത്ത് അവരെ ഹിദായത്തിലേക്ക്, സന്മാർഗത്തിലേക്ക്, വിശ്വാസധാരയിലേക്ക്, സംസ്കാരത്തിലേക്ക്, എല്ലാ വിഷയത്തിലേക്കും തങ്ങൾ വഴി നടത്തി കൊണ്ടുവരുന്നു. എല്ലാവർക്കും തങ്ങളെ ഇൽമാണ് പകർന്നു കൊടുത്തത്. ചോദിച്ചത് മാത്രമല്ല, അവര് മാത്രം അറിയുന്നത്, മറ്റാരും അറിയാത്തത്, ആരോടും കൈമാറാത്തത്, ആരോടും പറയാത്തത് വിഷയങ്ങളൊക്കെ തങ്ങളങ്ങ് ബോധ്യപ്പെടുത്തി കൊടുത്ത് അവരെ മനസ്സിന്റെ ഉള്ളിലുള്ള മറ നീക്കുകയാണ്. ഈ ഇൽമു അധികം കിട്ടാനാണ് കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം അല്ലാഹുവോട് ദുആ ചെയ്തത്. റബ്ബി ശ്റഹ് ലീ സദ്രി വയസ്സിർ ലീ അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹൂ ഖൗലി. ഓരോ സമയത്തും വേണ്ട ഇൽമു തന്ന് അല്ലാഹുവേ എന്റെ മനസ്സിന് നീ വിശാലത തരണം. സഹോദരങ്ങളെ, ഇൽമിന്റെ ആഴവും ഇൽമിന്റെ വലുപ്പവും കൊണ്ടാണ് ഈ ദുനിയാവിൽ എല്ലാ രംഗത്തേക്കും ഉയരാൻ കഴിയുന്നത്, എല്ലാ വിഷയങ്ങളിലേക്കും ഉയരാൻ കഴിയുന്നത്. അപ്പൊ എന്തെങ്കിലും ഒരു സംഗതി മറച്ചു വെച്ചിട്ടോ, എന്തെങ്കിലും ഒരു സംഗതി അറിയില്ലെന്ന് കരുതിയിട്ടോ തങ്ങളെ മുന്നിൽ വരുന്ന ആളുകൾ മുഴുവനും ആ വിഷയങ്ങളൊക്കെ മാറ്റിയിട്ട് പിന്നെ ഒരു പൊതുജീവിതത്തിലേക്ക് അവർ കാലെടുത്ത് വെക്കുന്നത് അജ്ഞത അവരിൽ നിന്ന് നീക്കിയിട്ട് യഥാർത്ഥ ഇൽമു നൽകിയിട്ടാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇൽമു എല്ലാവരും കൂടുതൽ ഞാനും നിങ്ങളും കൂടുതലായി അധികരിപ്പിക്കണം. അല്ലാഹു നമുക്ക് ഇൽമു വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുന്നിൽ ഒരു വിഷയവും അറിയാതെ തങ്ങളെ വകവരുത്താൻ വേണ്ടി വിഷത്തിലൂട്ടിയ വാളുമായി വന്നില്ലേ ഉമൈർ ഇബ്നു വഹ്ബ്? നല്ല വിഷത്തിലൂട്ടിയ വാളുമായിട്ട് വന്ന് ആ വരവ് കണ്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മദീനത്തെ പള്ളിയിൽ നിന്ന് നേരെ അങ്ങോട്ട് ചാടിപ്പോയി. ആരാ വരുന്നത് എന്നറിയോ? ഉമൈർ ഇബ്നു വഹ്ബാണ് വരുന്നത്. കഠിന ശത്രുത കൊണ്ടാ വരുന്നത്. വിഷത്തിലൂട്ടിയ വാളും ഊരിപ്പിടിച്ചാ വരുന്നത്. എന്തെങ്കിലൊക്കെ നിശ്ചയിച്ചല്ലാതെ ഈ വരവ് ഇങ്ങനെ വരില്ല. ആ ഉമൈർ ഇബ്നു വഹ്ബ് വന്ന് നേരെ മുറ്റത്തിറങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വീട്ടിലേക്ക് കയറാനൊക്കുമ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ രണ്ട് കൈയും വെച്ച് അവിടെ വിലങ്ങ് സൃഷ്ടിക്കുന്നു. വാതിൽപ്പടിയിൽ രണ്ട് കൈയും വെച്ച് ഇങ്ങനെ നിന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോ ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ നിൽക്കുന്നത്. എന്താ ഇങ്ങനെ നിൽക്കുന്നത്? ഒന്നുമല്ല, ഇവിടെ ഉമൈർ ഇബ്നു വഹ്ബ് വന്നിട്ടുണ്ട്. അതിനെന്തിനാ നിങ്ങൾ തടസ്സം ചെയ്യുന്നത്? ഇങ്ങോട്ട് വരട്ടെ. എന്തോ ഒരു വിഷയം കൊണ്ടാണ് നബി വന്നത്. എന്ത് വിഷയം കൊണ്ടാണെങ്കിലും ആള് വരട്ടെന്നു. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സമാധാനത്തിന് വേണ്ടി മഹാനവർകൾ പറഞ്ഞു, പരിസരത്തുള്ള സ്വഹാബിമാരോട് നിങ്ങൾ ഇവിടെ തന്നെ നിൽക്കണം. ഊരിപ്പിടിച്ച വാളുമായിട്ടാണ് വന്നത്. അല്ലാഹു തആല നബി തങ്ങൾക്ക് വലിയ കാവൽ കൊടുത്തു, ഒരു തർക്കമില്ല. എന്നാലും അവരൊരു മഹബത്തില്ലേ, അവരൊരു ഈമാനില്ലേ, നിങ്ങൾ ഇവിടെ നിൽക്കണം, പോകരുത്. ഉമർ റളിയല്ലാഹു അൻഹു മാറിയപ്പോ നബി തങ്ങൾ വിളിച്ചു, ഉമേറിനെ വിളിച്ചു. ഇതിന് മിന്നി യാ ഉമേർ, അടുത്ത് വാ. അടുത്തേക്ക് വിളിച്ചു. ഉമൈർ ഇബ്നു വഹ്ബ് അടുത്തു വന്നു.
നേരെ തൊട്ടടുത്ത് മുഖാമുഖം സംസാരിക്കുന്നു. എന്തിനേ വന്നത്? ഒന്നുമില്ല, എന്റെ മകന് വഹബ് തടവുകാരിൽ നിന്ന് കൊണ്ടുപോകാൻ വേണ്ടി വന്നത്, മോചിപ്പിച്ചു കൊണ്ടാൻ വേണ്ടി വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെന്നെ വന്ന് മോനെ കൊണ്ടുപോകാൻ എന്തിനാ ഈ വാള്? നല്ല വാളുമായിട്ടാണ് വന്നത്, മോനെ കൊണ്ട വാളെന്തിനാ? അപ്പൊ ഉമൈർ ബിൻ വഹബ് പറഞ്ഞു, വാള് കൊണ്ട് വല്ലതും നടക്കുമോ? വാള് കൊണ്ട് നടക്കുമായിരുന്നെങ്കിൽ ഞങ്ങളെ നേതാക്കൾക്ക് എത്ര വാളും എത്ര ആയുധങ്ങളും ഉണ്ടായിരുന്നു, എന്നിട്ടെങ്കിലും നടന്നോ? അവര് ബദറിൽ നിലംപരിശായിൽ എത്ര പേര് പോയി, എന്തെല്ലാം ഉപകരണങ്ങൾ അവരുടെ കയ്യിലുണ്ടായിരുന്നു. ഇത് വെറുതെ പിടിച്ചതാണ്. അല്ല ഉമൈർ, നിങ്ങൾ ശരിക്ക് പറയണേ, എന്തിനാ വന്നത്? ഉമൈർ വീണ്ടും പറഞ്ഞു, ഞാൻ അതിനെന്നെ വന്നു, വേറൊന്നും ഒരു ലക്ഷ്യമില്ല. 3 പ്രാവശ്യം ഇങ്ങനെ പറഞ്ഞപ്പോ ഉമൈർ, നിങ്ങളും കൂട്ടുകാരൻ സഫ്വാനും കൂടി കഅബയുടെ മുറ്റത്തുള്ള തിണ്ണയിലിരുന്നിട്ട് നിങ്ങളുടെ എല്ലാ ബാധ്യതകളും സഫ്വാനെ ഏൽപ്പിച്ച് ഈ വാളിൽ വിഷം പുരട്ടി എന്റെ തലയെടുക്കാൻ വന്നതല്ലേ ഉമൈർ ബിൻ വഹബ് നിന്ന് വിറക്കുന്നു. എന്താ ഈ സംഗതി? കൂട്ടുകാരനോട് മാത്രം സ്വകാര്യം പറഞ്ഞ് കുടുംബവും ഭാര്യ പോലും അറിയാതെ പെട്ടെന്ന് മക്കയിൽ നിന്ന് മദീനയിലേക്ക് കയറി വന്നതാണ്. ആ വന്ന ആ വരവ് മുഴുവനും ഒരു വള്ളിക്ക് വ്യത്യാസമില്ലാതെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമൈർ ബിൻ വഹബിനോട് പറയുന്നു, ഇതല്ലേ സംഗതി? അതിനല്ലേ വിഷത്തിലൂട്ടിയ വാളുമായി വന്നത്? എന്റെ തലയെടുത്ത് കൊണ്ടുപോകാം, അതും കാത്ത് നിങ്ങളെ കൂട്ടുകാരനോടെ കഴിയുന്നില്ലേ? കടങ്ങൾ കൂട്ടുകാരനെ ഏൽപ്പിച്ചില്ലേ? ഭാര്യ മക്കളെയും ഏൽപ്പിച്ചു വന്നതല്ലേ? ഉമൈർ ബിൻ വഹബ് പറയുന്നു, അശ്ഹദു അന്നക റസൂലുള്ളാഹ്, ഞാനും എന്റെ കൂട്ടുകാരനും കാതോരം കൈമാറിയ ഒരു സ്വകാര്യം തങ്ങൾക്ക് അറിയിച്ചു തന്നത് അല്ലാഹു തന്നെയാണ് നബിയേ. എന്റെ മനസ്സിലുള്ള സംശയങ്ങളും സന്ദേഹങ്ങളും മുഴുവനും നീങ്ങി. അവിടുന്ന് അല്ലാഹുവിന്റെ റസൂലാണെന്ന് ഞാൻ സമ്മതിക്കുന്നു, പ്രഖ്യാപിക്കുന്നു. സ്വഹാബത്തിന്റെ കൂട്ടത്തിലുള്ള സംശയം തങ്ങൾ തിരുത്തിക്കൊടുത്ത ഇൽമു കൊണ്ടാണ് എല്ലാ സമരങ്ങളിലും മുന്നേറുന്ന മുൻപന്തിയിലെത്തുന്ന വലിയ ധീരനായ ഒരു യുവാവുണ്ടായിരുന്നു. ആ യുവാവ് ഒരു യുദ്ധത്തിന് ഇങ്ങനെ പോകുന്ന സമയത്ത് നല്ല പടവാളറിയുന്ന, നല്ല പടവെട്ടാൻ അറിയുന്ന കരുത്തുള്ള ആളാണ്. മുന്നിൽ വന്ന ശത്രുക്കളൊന്നും വെറുതെ പോയിട്ടില്ല. ഒരു യുദ്ധത്തിൽ അങ്ങനെ പോകുന്ന സമയത്ത് തങ്ങൾ പറഞ്ഞു കൂടെയുള്ളവരോട്, അമാ ഇന്നഹു മിൻ അഹ്ലിന്നാർ, ആ പോകുന്ന ധീരയോദ്ധാവില്ലേ നരകക്കാരിൽപ്പെട്ട ആളാണ്. മഹ്ശറിലെത്തിനോ? ഇല്ലല്ല, മഹ്ശറിലെത്തിയിട്ടില്ല. ദുനിയാവ് തന്നെ പറഞ്ഞേ നരകക്കാരിൽപ്പെട്ട കൂട്ടത്തിലൊരു കൂട്ടുകാരനായ ആ യോദ്ധാവിന്റെ കൂടെ പോകുന്ന ഒരു കൂട്ടുകാരൻ, അദ്ദേഹത്തിന്റെ മനസ്സിൽ ചെറിയൊരു ആശങ്ക. ഇത്രയും പടപൊരുതിയിട്ട് വിശുദ്ധ ഇസ്ലാമിന് വേണ്ടി കഠിനാധ്വാനം ചെയ്തിട്ട് ഈ ധീരനായ യുവാവിനെ സംബന്ധിച്ച് നരകത്തിൽപ്പെട്ട ആളാണ്. എങ്ങനെ അത് അംഗീകരിക്കും? ഒന്നുമില്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയൂലല്ലോ. പക്ഷെ ഇത്രയും കാലത്തെ നമ്മുടെ പരിചയം വെച്ച് നോക്കുമ്പോ ഇദ്ദേഹത്തെ പറ്റി ഇങ്ങനല്ലല്ലോ പറയേണ്ടത്. ആ ചെറിയ ആശങ്ക മനസ്സിൽ മുളപൊട്ടി. അതാ യുദ്ധരംഗം വീക്ഷിക്കുന്നു. മുന്നിൽ വരുന്ന ആളുകളോട്, എതിരാളികളോട് പടവെട്ടി ധീരതയോടെ മുന്നോട്ട് നീങ്ങുമ്പോ ഒരു ശത്രുവിന്റെ കയ്യിൽ നിന്നൊരു വെട്ട് കയ്യിന് കൊണ്ടു. കയ്യിന് വെട്ടേറ്റത് സ്വാഭാവികമായി അങ്ങനെ വെട്ടേൽക്കാറുണ്ട്. എത്ര വെട്ടുകൾ കൊള്ളാറുണ്ട് സ്വഹാബത്തിന്. കൈ തൂങ്ങിക്കിടന്നവരില്ലേ, കണ്ണ് പോലും പുറത്തേക്ക് തൂങ്ങിക്കിടന്നില്ലേ. ഖത്താദ റളിയല്ലാഹു അൻഹുവിന്റെ പല ആളുകളുടെയും പല്ല് വരെ, പല്ലും നഖവും ശരീരത്തിലെ പല ഭാഗങ്ങളും വെട്ടേറ്റു പോയിട്ടില്ലേ. പക്ഷേ കയ്യങ്ങ് മുറിഞ്ഞപ്പോ ആ ധീരനായ യോദ്ധാവിനൊരു ചിന്ത, ഈ മുറിഞ്ഞ കയ്യുമായിട്ട് ഞാൻ ഇവിടുന്ന് പിരിഞ്ഞു പോകുമ്പോ ഇത്രയും കാലം നീ പടവെട്ടി മുന്നോട്ട് നിന്നത്, ഈ ഒന്നിന് നിന്റെ പേരൊക്കെ പോയല്ലോ എന്ന് ആരെങ്കിലും പറയുമോ?
ആരെങ്കിലും അങ്ങനെ ഒരു റിമാർക്ക് എനിക്ക് തരുമോ? അങ്ങനെ ഒന്ന് എനിക്ക് കേൾക്കാൻ ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല എന്ന് പറഞ്ഞ് എന്ന് ചിന്തിച്ചുകൊണ്ട് ആ തന്റെ മുന്നിലുള്ള താൻ കയ്യിൽ പിടിച്ചിരിക്കുന്ന നല്ല മൂർച്ചയുള്ള കടാര, അതിന്റെ നല്ല മൂർച്ചയുള്ള ഭാഗം മുകളിലേക്ക് വെച്ച് ബാക്കിയുള്ള ഭാഗം താഴോട്ട് താഴ്ത്തിയിട്ട് അതിന്മേൽ കമീനങ്ങ് കടന്നു. ഈ കാഴ്ച കണ്ടു നിൽക്കുന്ന നേരത്തെ മനസ്സിൽ ആശങ്ക വന്ന സ്വഹാബിയില്ലേ, ആ സ്വഹാബി കുന്നിൻ മുകളിൽ വെച്ച് ഉറക്കെ വിളിച്ചു പറയുന്നുണ്ട്, അഷ്ഹദു അന്നക റസൂലുള്ളാഹ്. എന്റെ മനസ്സിൽ ചെറിയൊരു സന്ദേഹം വന്നിരുന്നു, ഞാനത് തിരുത്തി, പൂർണ്ണമായും തിരുത്തി. എന്തേ തിരുത്താനുള്ള കാരണം? ഈ തിരിച്ചറിവ് നേരത്തെ അറിഞ്ഞിട്ടല്ലേ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അമാ ഇന്നഹു മിൻ അഹ്ലിന്നാർ. മനസ്സിലൊരു ആശങ്ക വരുമ്പോഴേക്ക് ആത്മഹത്യയിലേക്ക് നീങ്ങിയാലോ? സഹോദരങ്ങളെ, അതല്ലല്ലോ ഉചിതമായ മാർഗം. കൈയങ്ങനെ വെട്ടേറ്റ് തൂങ്ങിക്കിടന്നു എന്ന് കരുതിക്കോളൂ. പുണ്യപ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടുത്തെത്തിയാൽ അതിന് പരിഹാരമുണ്ട്. ഇല്ലേ, അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് എത്രമാത്രം വലിയ കൂലിയുണ്ട്, ബഹുമാനമുണ്ട്. അബ്ദുല്ലാഹിബ്നു അതീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലൊടിഞ്ഞിട്ട് ആ കാല് കെട്ടി വരിഞ്ഞ് മുറുക്കിയിട്ട് ഒരു കാല് മാത്രം മുന്നോട്ട് ഇങ്ങനെ വെച്ചിട്ടല്ലേ തങ്ങളെ സന്നിധിയിലെത്തി. തങ്ങളെ സന്നിധിയിലെത്തിയപ്പോൾ അവിടുന്ന് കൈ തൊട്ടിട്ട് കാലങ്ങ് ശരിയാക്കി കൊടുത്തു. എത്ര സ്വഹാബിമാർക്ക് തങ്ങൾ അങ്ങനെ അസുഖം മാറ്റി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു വിഷയത്തിന്റെ പേരിലാണെങ്കിൽ തങ്ങൾ പരിഹാരം നൽകൂലേ? പക്ഷേ തന്റെ പേരെന്താകും, തന്നെ കുറിച്ചുള്ള ഭാവം എന്താകുമെന്ന് ചിന്തിച്ച് ആത്മഹത്യയിലേക്ക് തിരിഞ്ഞു. ഈ ആക്ടിവത്ത് മനസ്സിലാക്കിയിട്ടാ തങ്ങൾ നേരത്തെ പറഞ്ഞത്, അമാ ഇന്നഹു മിൻ അഹ്ലിന്നാർ. തങ്ങളെ ഇൽമ എത്രമാത്രം വലിയ ഇൽമാണ്. അവിടുത്തേക്ക് അല്ലാഹു നൽകിയ ഇൽമിന്റെ ആഴം അത് മനസ്സിലാക്കാനോ തുറക്കാനോ സഹോദരങ്ങളെ ആർക്ക് കഴിയും? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എല്ലാ ഇൽമും അല്ലാഹു നൽകിയിട്ടുണ്ട്. അതുകൊണ്ടാ തങ്ങൾ പറഞ്ഞത്, ഉതീതു ഇൽമൽ അവ്വലീന വൽ ആഖിരീൻ. പൂർവികരുടെയും പിൽക്കാലത്ത് വരുന്ന മുഴുവൻ അറിവുള്ളവരുടെയും അറിവ് എനിക്ക് തന്നിട്ടുണ്ട്, അല്ലാഹു എനിക്ക് നൽകിയിട്ടുണ്ട്. അത് വെറുതെ പറഞ്ഞതല്ല, അങ്ങനെ തന്നെയാണ് സത്യം. അപ്പോൾ ഇൽമ അധികരിപ്പിക്കണം, ഇൽമ കുറയരുത്. ഇൽമാണ് നമ്മുടെ അമലിന്റെ ഭംഗി. ചെയ്യുന്ന അമലിനൊക്കെ സ്വീകാര്യതക്ക് എന്താ വേണ്ടത്? അറിവ് വേണം, നല്ലോണം അറിവ്. നമ്മുടെ നാട്ടിൽ, നമ്മുടെ വീട്ടില് ഒരു അഖീഖ് അറുക്കുമ്പോ ഒരുപാട് അറിവ് അറിയേണ്ടതുണ്ട്, അല്ലേ? ഒരുപാട് അറിവ് അറിയേണ്ടത്. അല്ലെങ്കിൽ ആകെ ഒരു സുന്നത്തെ കിട്ടൂ, അർത്ഥം എന്നുള്ളൊരു സുന്നത്ത്. അതിന്റെ ശേഷം ധാരാളം സുന്നത്തുകളുണ്ട്. ആ സുന്നത്തുകളൊക്കെ നിർവഹിക്കണമെങ്കിൽ എന്ത് വേണം? അറിവ് വേണം. അല്ലെങ്കിൽ അറിവുള്ളവരെ സമീപിച്ചുകൊണ്ട് കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. ഒരു വീട്ടിൽ വിവാഹം നടക്കുമ്പോ ഒരുപാട് സുന്നത്തുകളുണ്ട്. അറിഞ്ഞിട്ടില്ലെങ്കിൽ ആകെ ഒന്നേ കിട്ടൂ. അതെന്താ? കല്യാണം കഴിച്ചു കിട്ടൂ എന്നുള്ളത്. അത് മാത്രാണോ? അല്ലല്ല, ധാരാളം. ഒരാളെ സൽക്കരിക്കുമ്പോൾ, ഒരാൾ ഖുർആൻ ഓതുമ്പോൾ എത്ര സുന്നത്തുകളുണ്ട് സഹോദരങ്ങളെ. അറിവുണ്ടെങ്കിലല്ലേ പഠിക്കാൻ കഴിയുള്ളൂ. ഖുർആൻ ഓതുമ്പോൾ എപ്പോഴും ഒരു ഫാത്തിഹ ഓതി തുടങ്ങൽ സുന്നത്താണെന്ന് ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസാലി റളിയല്ലാഹു അൻഹു അടക്കമുള്ള മഹാന്മാർ രേഖപ്പെടുത്തുന്നു. എപ്പോഴും ഖുർആൻ ഓതുമ്പോൾ ആദ്യം ഒരു ഫാത്തിഹ ഓതി, എന്നിട്ടാണ് നമ്മൾ ഓതേണ്ട ഭാഗങ്ങൾ ഓതേണ്ടത്. ഓതിങ്ങനെ അടയാളം വെച്ചതാണ്. ഒരു ജുസ്, രണ്ട് ജുസ് ഇങ്ങനെ അടയാളം വെച്ച് പോകുമല്ലോ. ആ അടയാളം വെച്ചിരുന്ന് ബാക്കി ഓതുമ്പോ തുടക്കത്തിൽ എന്തോതണം? ഒരു ഫാത്തിഹ ഓതണം. അങ്ങനെ എത്ര സുന്നത്തുകളുണ്ട്. ആ ഓതിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ അല്ലാഹുവിന്റെ റഹ്മത്ത് പരാമർശിക്കുന്ന ആയത്ത് വരുമ്പോ, അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ റഹ്മതിക, അല്ലാഹുവേ നിന്റെ റഹ്മത്തിൽ നിന്ന് ഞാൻ ചോദിക്കുന്നു, അല്ലാഹ്
അദാബിനെ പറ്റി പറയുന്നിടത്ത് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിക, നിന്റെ അദാബിൽ നിന്ന് കാവൽ ചോദിക്കുന്നു അല്ലാഹ്. ഫിത്നയെ പറ്റി പറയുന്നിടത്തും ഫിത്നയിൽ നിന്ന് കാവൽ ചോദിക്കണം. സഹോദരങ്ങളെ, അങ്ങനെ ഖുർആൻ ഓതുമ്പോ ഒരു പേജിൽ, ഓരോ പേജിൽ എത്ര റഹ്മത്ത് പറഞ്ഞു, എത്ര അദാബിനെ പറഞ്ഞു. അതിൽ നിന്നൊക്കെ കാവൽ ചോദിച്ചിട്ടും ചോദിക്കേണ്ടത് ചോദിച്ചിട്ടുമല്ലേ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതിയത്. അങ്ങനൊക്കെ ഓതണമെങ്കിൽ എത്രമാത്രം അറിവ് വേണം. ഞാൻ പറഞ്ഞു വന്നത്, നമുക്ക് അറിവ് ചുരുക്കമാണ്. അല്ലാഹു അറിവ് ഏറ്റി തരട്ടെ. അറിവ് നല്ലോണം തന്നെ അല്ലാഹു നമ്മെ സ്വീകരിക്കുമാറാകട്ടെ. മനുഷ്യകുലത്തിന് അല്ലാഹു ബഹുമാനം നൽകിയത് അറിവ് കൊണ്ടല്ലേ. ഉപ്പാപ്പ അബുൽ ബശർ ആദം അലൈഹിസ്സലാത്തു വസ്സലാം, ആദം നബിക്ക് അല്ലാഹു ബഹുമാനം നൽകിയത് ഹൈറ്റ് കൊണ്ടാണോ? അല്ല. നമ്മളെക്കാളും ഹൈറ്റ് ഇല്ലേ ആദം നബിക്ക്? ഹൈറ്റും വെയിറ്റും ഇല്ലേ? 60 മുഴ നീളം. ഇന്ന് പള്ളിന്റെ മേലൊക്കെ നോക്കി അതിലും മേലുണ്ടാവും ആദം നബി അലൈഹി സ്വലാമിന്റെ നീളം. എത്ര വെയിറ്റ് ഉണ്ട്, എത്ര സൗന്ദര്യമുണ്ട്. കാണാൻ നല്ല സൗന്ദര്യമുള്ള ആളായിരുന്നു ആദം അലൈഹിസ്സലാത്തു വസ്സലാം. നല്ല സൗന്ദര്യമുള്ള ശരീരം. അതാ ബഹുമാനത്തിന്റെ കാരണം. നല്ല സ്പീഡിൽ നടക്കാൻ കഴിയുന്നു. ആദം നബി അലൈഹി സ്വലാം ഇങ്ങനെ നടക്കുമ്പോ കന്നമല്ലർന്നു തുതുവാലഹു. നമ്മളെ ഈ ഇവിടുന്ന് അങ്ങോട്ട് മംഗലാപുരത്തേക്ക് നമ്മൾ നടക്കണമെങ്കിൽ എത്ര വേണ്ടി വരും? ആദം നബി അലൈഹി സ്വലാമിന് കുറഞ്ഞ സമയം മതി. അത് ഉസ്താദെ കാര്യം വലിപ്പമുള്ള ഉണ്ടായിരിക്കുന്നതല്ല, അത് മഹാനവർകൾക്ക് അല്ലാഹു നൽകിയ ഒരു സൗന്ദര്യമാണ്. നടക്കുമ്പോ അങ്ങനെ ഭൂമി ഇങ്ങനെ ചുരുട്ടി ചുരുട്ടി അവിടെ എത്തിയപ്പോൾ നമ്മൾ എത്ര നടന്നാലും അങ്ങോട്ട് എത്തണ്ടേ? എത്തൂല. അവർക്ക് എന്തൊരു സൗന്ദര്യം. അതാണോ ബഹുമാനത്തിന്റെ കാരണം? അല്ലല്ല. ആ ബാഹ്യ ആന്തരിക ബാഹ്യമായ ആ ആകാര സൗഷ്ഠവങ്ങളോ ആ സൗന്ദര്യങ്ങളോ മറ്റൊന്നല്ല. ബഹുമാനത്തിന്റെ കാരണം എന്താണ്? വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹാ. ആദം നബി അലൈഹിസ്സലാമിന് അല്ലാഹു ഇൽമു നൽകി ആദരിച്ചു. അതുകൊണ്ടല്ലേ ലക്ഷോപിലക്ഷം മലക്കുകൾ, കണക്കില്ലാത്ത അത്രയും മലക്കുകൾ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന് ബഹുമാനം അർപ്പിച്ചത്. മലക്കുകളോടല്ലേ അല്ലാഹു പറഞ്ഞത് ഉസ്ജുദൂ ലി ആദം. ഓ മലക്കുകളെ, ആദം നബി അലൈഹിസ്സലാമിന് ബഹുമാനം നൽകൂ. ആദരവിന്റെ സുജൂദ് അവർ അർപ്പിച്ചു. വല്ലാതെ ബഹുമാനം നൽകി. ആദ്യമായി ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന് ശിഷ്യന്മാരായി കിട്ടിയത് ആരെയാണ്? മലക്കുകളെയല്ലേ സഹോദരങ്ങളെ. ആ മലക്കുകൾക്കല്ലേ ആദം നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു പറഞ്ഞത് അംബിഉഹും ബിഅസ്മാഇഹിം. അതേ ആദം നബിയെ, ഈ കാണുന്ന വസ്തുക്കളുടെ മുഴുവൻ ഇസ്മുകളും അതിന്റെ വിവരണങ്ങളും ഈ മലക്കുകൾക്ക് അറിയിച്ചു കൊടുക്കൂ, പഠിപ്പിച്ചു കൊടുക്കൂ. ഇൽമു കൊണ്ട് മനുഷ്യൻ ഉയർന്നാൽ മലക്കുകൾ അപ്പുറം ഉയരാൻ കഴിയും. ഇൽമു കൊണ്ട് ഉയർന്നാൽ. അതുകൊണ്ടല്ലേ ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളുടെ ഹദ്റത്തിൽ സദസ്സിൽ മലക്കുകൾ സംബന്ധിക്കാറുണ്ട്. മഹാന്മാർ അവിടുത്തെ ഹദ്റത്തിൽ വരാറുണ്ട്. അങ്ങീനെ തന്നെ മലായികതന്മാരും അവരുടെ മജ്‌ലിസിൽ ഹളീറാകുന്നവർ. മലക്കുകൾ അവരെ ഹദ്റത്തിൽ വരികയാണ്. ആ മലക്കുകൾക്കും വലിയ ബഹുമാനമാണ്. ഇൽമ് അല്ലാഹു നൽകിയതുകൊണ്ട്, തഖ്വ അല്ലാഹു നൽകിയതുകൊണ്ട് അവർക്ക് കിട്ടിയ ബഹുമാനം ഏറ്റവും വലിയ ബഹുമാനം. ദുനിയാവിലെ സഹോദരങ്ങളെ, അവർക്കൊന്നിനെയും പേടിക്കേണ്ടി വന്നിട്ടില്ല. ഒരു വിഷയത്തിലും ടെൻഷൻ അടിക്കേണ്ടി വന്നിട്ടില്ല. അതല്ലേ അല്ലാഹു ഖുർആനിലൂടെ പഠിപ്പിച്ചത്. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമൂ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്, ഞങ്ങളുടെ രക്ഷിതാവ്, ഞങ്ങളുടെ സംരക്ഷകൻ, ഞങ്ങളുടെ നാഥൻ അല്ലാഹുവാണ് എന്ന് ഉറക്കെ പറഞ്ഞ് വിശ്വാസമർപ്പിച്ചവർ, ആ വിശ്വാസം ഊട്ടിയുറപ്പിച്ചവർ, അതുകൊണ്ട് മാത്രമായില്ല, പിന്നെ അവര് നേർക്ക് നേരെ ജീവിച്ചു.
എല്ലാം നേർക്ക് നേരെ, ഒന്നിലും വക്രമായ ശൈലിയില്ല, ഒന്നിലും വളഞ്ഞ ശൈലിയില്ല, എല്ലാം നേർക്ക് നേരെ. അതിനാണ് ഇസ്തിഖാമത്ത് എന്ന് പറയുന്നത്. എല്ലാ വിഷയത്തിലും അല്ലാഹുവിനെ അനുസരിക്കാനുള്ള കഴിവ് അല്ലാഹു നമുക്ക് ഏറ്റിത്തരട്ടെ. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അനുസരിക്കാനുള്ള കഴിവ് അല്ലാഹു നമുക്ക് ഏറ്റിത്തരട്ടെ. അതാണ് ഇസ്തിഖാമത്ത് എല്ലാ കാര്യത്തിലും. അത് മാത്രം ഉസ്താദ് ശരിയായില്ല, കാരണം അത് എനിക്ക് ഇങ്ങോട്ട് സമ്മതിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ ആ പറഞ്ഞ കാര്യം അതെന്താ കുട്ടിയെ സമ്മതിക്കാൻ പറ്റാത്തത്? അങ്ങനെയാണ് ഹദീസിലും ആയത്തിലൊക്കെ പഠിപ്പിച്ചത്, ഇമാമിങ്ങളൊക്കെ പഠിപ്പിച്ചാണ്. പക്ഷെ അത് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അവിടെയാണ് പ്രശ്നം, അവിടെയാണ് ഇസ്തിഖാമത്തിന്റെ കുഴപ്പം. അത് നിങ്ങൾ അങ്ങനെ ചെയ്യുന്നത്, ഒരു കാര്യം ഒരു ഉദാഹരണം പറയാൻ, അങ്ങനെ ചെയ്യുന്നത് ഒരു തെറ്റാണെന്ന്. പക്ഷെ അത് തെറ്റായിട്ട് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. എല്ലാരും ഉൾക്കൊണ്ടില്ലേ, പിന്നെന്താ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തത്? നിങ്ങൾക്കതെന്തേ ഉൾക്കൊള്ളാൻ കഴിയാത്തത്? എന്റെ മനസ്സിനതങ്ങോട്ട് സമ്മതമാകുന്നില്ല. അവിടെയാണ് സുഹൃത്തേ വിശ്വാസ കർമ്മരംഗങ്ങളിലെ വൈകല്യം. അവര് പറയുമ്പോ അത് സ്വീകരിച്ചാൽ ദുനിയാവിൽ മാത്രമല്ല ആഖിറത്തിലും വലിയ ഖൈറാൻ. രണ്ട് ലോകത്തും ഇസ്തിഖാമത്തിന്റെ മേഖലയിൽ ഉയർന്ന പൊസിഷനിലേക്ക് ഉയരാൻ കഴിയും. നമ്മളെ മനസ്സുകൊണ്ട് ചിന്തിച്ചിട്ട് ശരിയാണോ അല്ലേ? നമ്മളെ മനസ്സിന് എന്താ ഉള്ളത്? നമ്മളെ ഈ ചെറിയ ബുദ്ധി, ഇന്ന് കേട്ട് നാളെ മറക്കുന്ന, രാത്രി മറക്കുന്ന ചെറിയ ബുദ്ധി, ഈ ബുദ്ധി കൊണ്ട് ചിന്തിച്ചിട്ട് സഹോദരങ്ങളെ ശരിയാണോ അല്ലേ എന്ന് തീരുമാനിക്കാൻ കഴിയോ? ഏതെങ്കിലും ഒരു വിഷയത്തിൽ അങ്ങനെ അടിവരിടാൻ നമുക്ക് കഴിയോ? ഞാൻ എന്നെ പറ്റിയാ പറയുന്നത്, നിങ്ങൾ കേൾക്കുന്നുണ്ട് എന്ന് മാത്രം. ചെറിയ അക്കിലല്ലേ അല്ലാഹു നമുക്ക് തന്നത്. മഹാന്മാര് പോലും അവരെ ബുദ്ധി കൊണ്ട് മാത്രം ചിന്തിച്ചൊരു കാര്യം പറയാതെ മഹാന്മാരുടെ ഖൗലുകളും അവരുടെ ഫീലുകളും അവരുടെ പ്രഖ്യാപനങ്ങളും അവലംബമാക്കി അതിനനുസരിച്ചു. ആരും എതിർത്തില്ല. അവരൊക്കെ വലിയ വലിയ ബുദ്ധിമാന്മാരായിരുന്നു. പിന്നെന്തേ എതിർക്കാതിരുന്നത്? അവർ എതിർക്കൂല. അതിനാണ് ഇസ്തിഖാമത്ത് എന്ന് പറയുന്നത്. പറഞ്ഞത് നേരെ ചൊവ്വേ അങ്ങ് അനുസരിക്കാനുള്ള കഴിവ്. അങ്ങനെ അനുസരിക്കുമ്പോ അല്ലാഹു ഇരുലോകത്തും വലിയ ഭാഗ്യം നൽകുന്നു. സ്വന്തം താല്പര്യങ്ങൾ മാറ്റിവെച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് സ്വീകരിക്കാനുള്ള ഒരു കഴിവില്ലേ? ആ കഴിവ് ഏറ്റവും അധികം സ്വീകരിച്ചവരാരാണ്? സ്വഹാബത്താണ്, സ്വഹാബി വനിതകളാണ്. അവരുടെ ഇഷ്ടം മാറ്റിവെച്ചു. തങ്ങൾ ഇങ്ങനെ പറഞ്ഞത് അത് മതി. അപ്പൊ അവർക്ക് അല്ലാഹു തആല കൊടുത്ത സ്റ്റേജ് എത്ര വലുതാണെന്നറിയോ? എത്ര വലിയ സ്ഥാനം അല്ലാഹു തആല കൊടുത്തത്. നിങ്ങൾ കേട്ടിട്ടില്ലേ ബഹുമാനപ്പെട്ട ഫാത്തിമത്തു ബിൻത് ഖൈസ് റളിയല്ലാഹു അൻഹാ ഒരു പ്രഗൽഭയായ സ്വഹാബി വനിതയാണ്. ഫാത്തിമ ബിൻത് ഖൈസ് റളിയല്ലാഹു അൻഹയെ കല്യാണം കഴിച്ച ഭർത്താവ് ത്വലാഖ് ചൊല്ലി. വളരെ പാവപ്പെട്ട പെണ്ണായിരുന്നു ഫാത്തിമ ബിൻത് ഖൈസ് റളിയല്ലാഹു അൻഹ. ഒറ്റക്ക് താമസിക്കുന്ന പെണ്ണാണ്. നല്ല ദീനിയും നല്ല തഖ്വയും നല്ല ജമാലിയത്തും നല്ല സൗന്ദര്യവുമുള്ള മഹദിയാണ് ഫാത്തിമ ബിൻത് ഖൈസ് റളിയല്ലാഹു അൻഹയെ ഭർത്താവ് ത്വലാഖ് ചൊല്ലിയപ്പോ ഒറ്റക്കൊരു കുടിലിൽ താമസിക്കുന്ന വിഷമം കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ഫാത്തിമ ബിൻത് ഖൈസ് റളിയല്ലാഹു അൻഹയോട്, നിങ്ങൾക്ക് 4 മാസവും അത് നിങ്ങൾക്ക് ഇദ്ദയിരിക്കണമല്ലോ. ആ ഇദ്ദയുടെ കാലാവധി പൂർത്തിയാക്കാൻ നിങ്ങൾ അവിടെ നിന്നൊന്ന് മാറിയിട്ട് ഉമ്മു ശരീക്ക് ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് മാറണം. പിന്നെ കുറച്ച് തങ്ങൾ പറഞ്ഞു അത് വേണ്ട, അവിടെ നിങ്ങൾ വന്ന് താമസിച്ചാൽ പലരും നിങ്ങളെ കാണാൻ ഇടവരും. അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യും, ഇബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ വന്ന് താമസിച്ചു. മഹാനവർകൾ നിങ്ങളെ കാണൂല, 2 കണ്ണിന് കാഴ്ചയില്ലാത്ത സഹാബിയല്ലേ. അവിടെ വന്ന് താമസിച്ചു. അവിടെ വേറെ അവരുടെ ഭാര്യയും മക്കളൊക്കെ ഉണ്ട്, അവരൊക്കെ നിങ്ങൾ നോക്കിയോളും. അവിടെ കൂടി ഒറ്റക്കാ വീട്ടിൽ കൂടി. എന്നിട്ട് ഇദ്ദന്റെ കാലം കഴിഞ്ഞാൽ എന്നെ വിവരമറിയിക്കണമെന്ന് പറഞ്ഞു. എന്തിന്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇനിയൊരു പുനർവിവാഹത്തിന് തങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട്. തങ്ങൾക്ക് വേണ്ടി എല്ലാ സ്വഹാബിമാരിൽപ്പെട്ട ഒരു മഹാന് വേണ്ടി. ഇദ്ദ കഴിഞ്ഞപ്പോൾ ഫാത്തിമ ബിൻത് ഖൈസ് റളിയല്ലാഹു അൻഹ ചെന്നിട്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, ഇദ്ദന്റെ കാലം കഴിഞ്ഞു. ഇദ്ദ കഴിഞ്ഞപ്പോഴേക്ക് 2 മഹാന്മാര് വന്ന് എന്നെ വിവാഹാലോചന നടത്തി.
ഒന്ന് അബുൽ ജഹ്മാണ്, മറ്റൊന്ന് മുആവിയത്ത് ഇബ്നു അബീ സുഫിയാൻ റളിയല്ലാഹു അൻഹുമൈമാ. തങ്ങൾ പറഞ്ഞു രണ്ടും നിങ്ങൾക്ക് പറ്റൂല, രണ്ടും നിങ്ങൾക്ക് ഫിറ്റാകൂല. എന്തേ കാരണം? അമ്മാ അബുൽ ജഹ്മി ഫലാ യളഉൽ അസാ അൻ ആതിഖിഹി. അബുൽ ജഹ്മിനോട് നിങ്ങൾ ഒത്തുപോകില്ല. കാരണം മൂപ്പര് വടി താഴെ വെക്കാത്ത, നല്ല അടി വാങ്ങി. ഒരു സ്ട്രോങ് അങ്ങനെ ചിലരുണ്ടാവുമല്ലോ, ഒരു സ്ട്രോങ് കൂടുതലാണ്. നിങ്ങളെ പ്രകൃതി അനുസരിച്ച് മൂപ്പരെ നോക്കൂല. അപ്പൊ നിങ്ങൾ ഒന്ന് പറയും, അല്ലേ നല്ല തന്റെയോടെ നല്ല പവറൊക്കെ ഉള്ള പെണ്ണാണ് ഫാത്തിമ ബിൻത് ഖൈസ് റളിയല്ലാഹു അൻഹ. ഒന്ന് പറയുമ്പോ നിങ്ങളൊന്ന് എതിർത്ത് പറയും. അപ്പൊ ഒരു പക്ഷെ അടി വാങ്ങേണ്ടി വരും. അതുകൊണ്ട് അത് കുറച്ചുകൂടി കഴിഞ്ഞാൽ പിന്നെയും തകരാറാകേണ്ടിയില്ല. അത് നിങ്ങൾക്ക് ഒക്കൂല. മറ്റേയാള് മുആവിയ റളിയല്ലാഹു അൻഹു അല്ലേ, ഫസ്ഉലൂകുൻ ലാ മാല ലഹു, വളരെ പാവപ്പെട്ട സ്വഹാബിയാണ്. നിങ്ങളെ പരിരക്ഷിക്കാനും മുന്നോട്ട് കൊണ്ടുപോകാനുമുള്ള സാമ്പത്തിക ശേഷിയില്ല. നല്ല തറവാടിത്തമുള്ള നല്ല ജമാലിയത്തുള്ള ഒരു പെണ്ണല്ലേ നിങ്ങൾ. നിങ്ങളെ ഒപ്പിച്ചു കൊണ്ടുപോകാനുള്ള സമ്പത്ത് മഹാനവർകൾക്കില്ല. അതുകൊണ്ട് രണ്ടും പറ്റില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഞാൻ നിങ്ങൾക്കൊന്ന് സെലക്ട് ചെയ്തിട്ടുണ്ട്. ആരാ നബിയെ തങ്ങൾ സെലക്ട് ചെയ്തത്? അത് മറ്റാരുമല്ല, ഉസാമത്ത് ബിൻ സൈദ് റളിയല്ലാഹു അൻഹു. ഉസാമത്ത് ബിൻ സൈദ് റളിയല്ലാഹു അൻഹു തങ്ങൾ സെലക്ട് ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമുണ്ട്. ഉസാമ റളിയല്ലാഹു അൻഹു കറുകറുത്ത നിറമാണ്. ഫാത്തിമ ബിൻത് ഖൈസ് റളിയല്ലാഹു അൻഹ നല്ല വെളുത്ത നിറമാണ്, നല്ല ഭംഗിയുള്ള ശരീരമാണ്. പക്ഷേ ഫാത്തിമ ബിൻത് ഖൈസ് റളിയല്ലാഹു അൻഹ സ്വീകരിച്ചത് എന്താണെന്നറിയോ? അല്ലാഹുവേ, ഞാൻ എന്റെ ഉസാമയെ നന്നായി ഇഷ്ടപ്പെടുന്നു. ഈ ഉസാമ ഇഷ്ടപ്പെടുന്നവരെ നീയും ഇഷ്ടപ്പെടണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വാക്കുണ്ട്. അവിടേക്കാണ് ഫാത്തിമ ബിൻത് ഖൈസ് റളിയല്ലാഹു അൻഹ ചിന്തിക്കുന്നത്, എന്റെ ശരീരത്തിന്റെ നിറത്തിലും ചേലിലും ഒന്നും ഒക്കൂലെങ്കിലും അതിനേക്കാളും വലുതെനിക്കൊന്ന് കിട്ടാനുണ്ടല്ലോ. എന്താണത്? ഞാൻ ആ ഉസാമ റളിയല്ലാഹു അൻഹു സെലക്ട് ചെയ്താൽ ഒന്നെനിക്കുറപ്പാണ്, മഹബ്ബത്തു റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ വർക്ക സ്വലാത്തിൽ ക്ഷീണായോ? എനിക്ക് ക്ഷീണായില്ലല്ലോ. മഹബ്ബത്തു റസൂലില്ലാഹി അങ്ങനെ കേൾക്കട്ടെ. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്ത് എനിക്ക് കിട്ടും. ഉമ്മമാരെ, ഫാത്തിമ ബിൻത് ഖൈസ് റളിയല്ലാഹു അൻഹയുടെ നോട്ടം നോക്കണം. ആർക്കും ഇവിടെ സ്വന്തം ശരീരത്തിന്റെ ഇംഗിതം സ്വീകരിക്കാം. മഹദിക്ക് പറയാലോ, എനിക്ക് പറ്റൂല നബിയെ, ഞങ്ങൾ തമ്മിൽ ഫിറ്റാകൂല. തങ്ങൾ നോക്കി നബിയെ, എന്റെ ശരീരവും അവരുടെ ശരീരം എന്ന് പറയാലോ, പിന്തിരിക്കാമല്ലോ. പക്ഷേ മഹദി സ്വീകരിച്ചു. ഉസാമ റളിയല്ലാഹു അൻഹു നബി തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്വഹാബിയാണ്. ഉസാമ റളിയല്ലാഹു അൻഹു ഇഷ്ടം വെക്കുന്നവരെ നീയും ഇഷ്ടപ്പെടണേ അല്ലാഹ്. അപ്പൊ നബി തങ്ങളെ മഹബ്ബത്തും സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്തും അല്ലാഹുവിന്റെ മഹബ്ബത്തും ഒക്കെ ലഭിക്കുകയാണ്. ഫാത്തിമ ബിൻത് ഖൈസ് റളിയല്ലാഹു അൻഹ സ്വന്തം ശരീരത്തിന്റെ താല്പര്യങ്ങൾ മറന്ന്, ആവശ്യങ്ങളും മോഹങ്ങളും മറന്ന് ഉസാമ റളിയല്ലാഹു അൻഹുവിനെ സ്വീകരിച്ചു. ഈ മഹബ്ബത്ത് ആധാരമാക്കി. അതാണ് സത്യത്തിൽ ഇസ്തിഖാമത്തിന്റെ മേഖലയിൽ നമ്മുടെ ഇച്ഛകളെ വലിച്ചെറിയണം. എന്താണോ ദീന് പറഞ്ഞത് അതിന് മുൻഗണന കൊടുക്കണം. അതിനാ സഹോദരങ്ങളെ ശ്രമിക്കേണ്ടത്. ദീൻ എന്താണോ കൽപ്പിച്ചതിന് മുൻഗണന കൊടുക്കണം. നമ്മുടെ ഇച്ഛ പറയുന്നതിന് ഒരു സ്ഥാനവുമില്ല. നമ്മുടെ കൂട്ടുകാരൻ പറയുന്നതിനല്ല സ്ഥാനം. അള്ളാന്റെ ദീൻ എന്താണോ പറയുന്നത് അതിനാണ് സ്ഥാനം, അതിനാണ് ബഹുമാനം, അതിനാണ് അംഗീകാരം. അതുകൊണ്ടല്ലേ ഭാര്യ ഭർത്താവിനെ അനുസരിക്കണമെന്നും ഭർത്താവ് ഭാര്യ അനുസരിക്കണമെന്നും പറഞ്ഞപ്പോ, ആരാരെ അനുസരിക്കണമെന്ന വിഷയവും പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, ഭാര്യയ്ക്ക് ഭർത്താവിനെ അനുസരിക്കാം, ഭർത്താവിന് ഭാര്യയും അനുസരിക്കാം. ഒരു വിഷയത്തിലേക്ക് എന്തിലാണ്? ഫീ ഗൈരി മഅസിയത്തില്ലാഹ്, അല്ലാഹ് വിലക്കിയ വിഷയങ്ങളിൽ അനുസരിക്കാൻ പാടില്ല.
ഭർത്താവ് ഭാര്യയോട് പറയുന്നു, പെണ്ണേ നീ അങ്ങനെ ഒരു മക്കനെയും കുത്തിയിട്ട് ഒരു ബീവിയായിട്ട് എന്റെ കൂടെ പോരാൻ ഞാൻ നിന്നെ കൊണ്ടുപോകൂല. നല്ലൊരു ഷാളിട്ട് തോളിലങ്ങ് വെച്ചോ, ഇടക്കിടക്ക് തലയിലേക്ക് അങ്ങനെ വലിച്ചിട്ടാ മതി, പിന്നെയും പിന്നെയും അങ്ങനെ വലിച്ചിട്ടാ മതി. തോളിൽ ഷാൾ ഉണ്ടായാൽ തന്നെ ആൾക്കാർക്ക് തിരിച്ചറിയും നീ ഒരു മുസ്ലിമാണ്. തലമറക്കാതെ നിങ്ങളെ കൂടെ വരാനോ ഞാൻ ഒരുക്കമല്ല എന്ന് ഈമാനുള്ള ഭാര്യമാര് പറയണം. അവിടെയാണ് ഈമാൻ, അവിടെയാണ് ഇഖ്ലാസ്, അവിടെയാണ് ഇസ്തിഖാമത്ത് മുന്നോട്ട് നീങ്ങേണ്ടത്. നമുക്ക് വേണ്ടി സെലക്ട് ചെയ്യുന്ന വസ്ത്രം കൂട്ടുകാരൻ സെലക്ട് ചെയ്യട്ടെ, നമ്മുടെ മുഹിബ് സെലക്ട് ചെയ്യട്ടെ, ആര് തിരഞ്ഞെടുക്കുന്നതാകട്ടെ, ദീൻ അതിനെപ്പറ്റി എന്ത് പറയുന്നു എന്നൊരു നോട്ടം നോക്കണം. ദീനിൽ അത് റെഡിയാണോ നമുക്ക് സന്തോഷത്തോടെ സ്വീകരിക്കാം, അല്ലെങ്കിൽ അത് വേണ്ടേ അവന്റെ ആളുകളോട് അബൂ മുസ്ലിം തങ്ങളെ പേടിക്കാന്നല്ലാതെ അബൂ മുസ്ലിം തങ്ങളുണ്ടോ തീരെ പേടിക്കുന്നത്? ഇസ്തിഖാമത്തിലല്ലേ മഹാനവകൾ, പിന്നെന്ത് പേടിക്കാനാ? വിശ്വാസ രംഗത്ത് നല്ല ആർജവത്വത്തോടല്ലേ പറയുന്നത്. നീ ഒരു കള്ളനായ രാജാവാണെന്ന് പറയാം, അല്ലാഹുവിന്റെ റസൂലാണ് നിന്നെ പറ്റി പറയുന്നത്, പിന്നല്ലേ സമ്മതിക്കുന്നത്? അത്ര വാചകം തന്നെ പറയില്ല. തീയിലിങ്ങനെ തെരയാ, നിസ്കരിക്കാൻ പറ്റിയ സ്ഥലമുണ്ടോ? മുമ്പ് നോക്കിയില്ലേ ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ തീയിലേക്ക് എറിഞ്ഞിട്ട് കുറെ ഏകദേശം തീ ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ വന്ന് എത്ര വലിയ അഗ്നികുണ്ഡമാണ്. ആഴ്ചകളോളം അന്ധവിശ്വാസമുള്ള ആൾക്കാർ വിറകിട്ട് നേർച്ചയാക്കിയതാണ്. എന്തൊക്കെ ഉദ്ദേശം വെച്ചിട്ട്? രോഗം മാറാൻ ഒരു 100 വിറകിട്ട്, ഉദ്ദേശാശ്രക 50 കെട്ട്. നമ്രൂദിന്റെ അടുത്ത് കൊണ്ടുവന്നിട്ട് ആ കെട്ടുകളൊക്കെ എത്ര കെട്ടുകളാ കത്തിച്ചത്. ഏകദേശം തീയൊന്നിങ്ങനെ ശമിച്ചു, മുക്ക് തീർന്നിട്ടില്ല. മുകളിൽ മലമുകളിൽ കയറിയിട്ട് നമ്രൂദ് ഇങ്ങനെ നോക്കി വിളിച്ചു, ഇബ്രാഹിം നബിനെ വിളിച്ചു. ഓ വിളി കേൾക്കുന്നുണ്ട്. ഇബ്രാഹിം നബി വിളി കേൾക്കുന്നുണ്ട്. നടന്നു പോരാൻ പറ്റുമോ? സൂപ്പറായിട്ട് പറ്റും നടന്നു പോരാൻ. അപ്പൊ ചോദിച്ചു നമ്രൂദ്, ആരാ അടുത്തൊരാളെ കാണുന്നത്? മുകളിൽ നിന്ന് കുറേ ദൂരത്ത് നിന്ന് നോക്കിയിട്ട് അടുത്തൊരാളെ കാണുന്നുണ്ട്. അത് ആരാന്നറിയോ? അത് തണല് കൊണ്ട് അല്ലാഹ് ഏൽപ്പിച്ച മലക്കാണ്. ടൈം പാസിന് വേണ്ടി വർത്തമാനത്തിൽ പറഞ്ഞയച്ചതാ. ഞാൻ ആവശ്യപ്പെട്ടിട്ടല്ല, ഒന്നും ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലാഹുവോട് ചോദിച്ചിട്ടില്ലല്ലോ. ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് ഇബ്രാഹിം നബിയെ എന്തെങ്കിലും ചോദിക്കണമെന്ന് പറഞ്ഞപ്പോ മഅരിഫതുഹു ഹാലി യുഗ്നീനി അൻ സുആലി, എന്റെ അവസ്ഥ നന്നായി അല്ലാഹുക്ക് അറിയാമല്ലോ, പിന്നെ ഞാൻ എന്തിനാ ചോദിക്കുന്നത്? ഞാൻ ചോദിക്കാറൊന്നുമില്ല. ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ആ ഇരുത്തം കണ്ടിട്ട് നല്ല ഒരു രാജാക്കന്മാർ ഇരിക്കുമ്പോഴുള്ള ഇരുത്താണ് നമ്രൂദ് കാണുന്നത്. നമ്രൂദ് പറഞ്ഞു, ഞാൻ 1000 ഒട്ടകങ്ങളെയും 1000 ആടുകളെയും 1000 പശുക്കളെയൊക്കെ അറുത്തു കൊടുക്കാൻ നേർച്ചയാക്കിയിട്ടുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം തീന്റെ ഉള്ളെന്ന് പറഞ്ഞു, അതൊക്കെ അല്ലാഹ് സ്വീകരിക്കണമെങ്കിൽ ഒന്ന് അല്ലാഹുവിനെ വിശ്വസിച്ചോളി. അല്ലാഹുത്തആല കൊടുക്കുന്നതൊക്കെ സ്വീകരിക്കണമെങ്കിൽ ഒന്ന് അല്ലാഹുത്തആലയെ വിശ്വസിച്ചൂടെ? അത് തീരുമാനിക്കാനായിട്ടില്ല. ഏതായാലും നിങ്ങൾ ഭയങ്കര സംഭവമാണ്. നിങ്ങളിങ്ങനെ അതിന്റെ ഉള്ളിൽ കിടന്നിട്ട് നിങ്ങൾക്കൊന്നും പറ്റില്ലല്ലോ. ഒന്നും പറ്റിയില്ല, എനിക്കൊരു കുഴപ്പമില്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ജീവിതത്തിൽ 200 കൊല്ലത്തെ ജീവിതത്തിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോട് പ്രായാധിക്യത്തിൽ ആളുകൾ ചോദിച്ചു, ദുനിയാവിൽ അനുഭവിച്ച ഏറ്റവും സന്തോഷമുള്ള ദിവസം ഏതാണ്? ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞു, 50 ദിവസം. 50 ദിവസം തീന്റെ ഉള്ളിൽ താമസിച്ച 50 ദിവസം. അത്ര വലിയ സന്തോഷമുള്ള അനുഭവമുള്ള ഒരു ദിവസം ദുനിയാവിൽ ഉണ്ടായിട്ടില്ല. കിട്ടുന്ന പാനീയം സ്വർഗത്തിൽ നിന്നാണ്, കിട്ടുന്ന ഭക്ഷണം സ്വർഗത്തിൽ നിന്നാണ്. സംസാരിച്ചാൽ എത്രയും മടുപ്പ് വരാത്ത, പിന്നെയും പിന്നെയും സംസാരിക്കാൻ തോന്നുന്ന മലക്കിനോടാ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് നടന്നു വരാൻ പറഞ്ഞപ്പോ എത്ര സൂപ്പറായിട്ടാ നടന്നു വന്നത്. ഒരു പോർലുമേറ്റിട്ടില്ല, കണ്ടില്ലേ? സന്തോഷമാണ്. അൽഹംദുലില്ലാഹ്. അബൂ
മുസ്ലിമുൽ ഖൗലാനിയോട് കൂട്ടാളികൾ വന്നിട്ട് പറഞ്ഞു, ഇനിയും നിങ്ങൾ അദ്ദേഹത്തെ തീയിലിട്ട് പരീക്ഷിക്കുകയാണെങ്കിൽ ഇപ്പൊ കൂടുള്ള ആളുകൾ മൊത്തം അങ്ങോട്ട് പോകും. ആരത്തേക്ക്? അബൂ മുസ്ലിം ഖൗലാനി തങ്ങളെ പക്ഷത്തേക്ക് പോകും. പെട്ടെന്ന് അവിടെ നിന്ന് എടുത്ത് രക്ഷപ്പെടാൻ നല്ലത്. പെട്ടെന്ന് കൊണ്ടുവന്നപ്പോ പറഞ്ഞു, നിങ്ങള് ഈ നാട് വിട്ടു പോകണം, ഈ നാട് വിട്ടു പോകണം, ഇവിടെ കാണാൻ പാടില്ല. അപ്പോ അബൂ മുസ്ലിമുൽ ഖൗലാനി തങ്ങൾ പറഞ്ഞു, നാട് വിട്ടു പോകണമെന്നല്ലേ ഉള്ളൂ, അത് പ്രശ്നമൊന്നുമില്ല, എന്താ കുഴപ്പം, നാട് വിട്ടു പോയാലും വേറെ നാട് താമസിക്കാലോ. പക്ഷേ ഇപ്പോഴും തോറ്റതാരാ? നിങ്ങൾ കെട്ടിയ കയറൊക്കെ എവിടെ? എന്റെ ശരീരത്തിൽ വരിഞ്ഞു മുറുക്കി കെട്ടിയുള്ള കയറെവിടെ? എന്റെ രോമം കണ്ടോ? എന്റെ ശരീരത്തിന്റെ ഭാഗം കൊണ്ടോ പൊള്ളിയിട്ടുണ്ടോ? ഏതെങ്കിലും രോമങ്ങൾ കരിഞ്ഞിട്ടുണ്ടോ? എന്റെ പിരികത്തിന് വല്ലതും സംഭവിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും ഭാഗങ്ങൾക്ക് കേടുപാട് പറ്റിയിട്ടുണ്ടോ? പിന്നെയും ചോദിച്ചു, കുറെ വേദന അനുഭവിച്ചില്ലേ, ഇനി ഞാനും അല്ലാഹുവിന്റെ റസൂലാണെന്ന് സമ്മതിച്ചൂടെ? അബൂ മുസ്ലിമുൽ ഖൗലാനി തങ്ങൾ പറഞ്ഞു, ഒരു വട്ടല്ല 1000 വട്ടം സമ്മതിച്ചു. അന്നക മലികുൻ കദ്ദാബ്, അതാ സമ്മതിക്കുന്നത്. നീ പെരുങ്കളവ് പറയാൻ കഴിയുള്ള ഒരു രാജാവാണെന്ന് സമ്മതിക്കാം. അല്ലാഹുവിന്റെ റസൂലാണ് നിന്നെ പറ്റി പറയില്ല, പറയൂല. അത്രയും വലിയ ഈമാനിക ധൈര്യത്തിൽ നിന്ന് അബൂ മുസ്ലിമുൽ ഖൗലാനി തങ്ങളുടെ സഹോദരങ്ങളെ, സ്വഹാബിയല്ല താബിഈയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ജീവിച്ചിരിപ്പുണ്ട്, പക്ഷേ തങ്ങളെ കാണാനുള്ള നേരം കിട്ടിയിട്ടില്ല, ഇട കിട്ടിയിട്ടില്ല. താബിഈങ്ങളിൽ ഏറ്റവും വലിയ സ്റ്റേജുള്ള മഹാന്മാരാണ് അവർ. ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു പോലെ. ആ അബൂ മുസ്ലിമുൽ ഖൗലാനി തങ്ങൾ ചിന്തിക്കുന്നു, നാട് വിട്ടുപോകാനല്ലേ പറഞ്ഞത്, എനിക്ക് ആദ്യം പോകേണ്ടത് എവിടേക്കാണ്? വിശ്വാസരംഗത്ത് ഈ വലിയ കനൽപദങ്ങളിൽ ഏറ്റവും വലിയ സുന്ദരമായ സന്തോഷദായകമായ അവസ്ഥ എനിക്ക് തന്നത് ഏത് വിശ്വാസം കൊണ്ടാ? മദീനയിലെ നേതാവ്, എന്റെ എല്ലാമെല്ലാമായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിശ്വസിച്ചതിന്റെ പേരിലല്ലേ മദീനയിലേക്ക് പോകട്ടെ. മദീനയിലെത്തി. തങ്ങൾ വഫാത്തായിട്ടുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖലീഫത്തിലാണ്. നേരെ ആ പള്ളിയുടെ വാതിലിന്റെ ഭാഗത്ത് മഹാനവറുകൾ വാഹനമിറങ്ങിയിട്ട് ഉള്ളിൽ പോയി ഒരു തൂണ് മറയാക്കി നിസ്കരിക്കുന്നു. സ്വഹാബിമാരൊക്കെ പള്ളിയിലേക്ക് ഇങ്ങനെ വരുന്നുണ്ട്. ളുഹർ നിസ്കാരത്തിന്റെ സമയമായിട്ടുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പള്ളിയിലേക്ക് കയറി വന്നപ്പോ തൂണിന്റെ പിന്നിൽ നിന്നത് മറയാക്കി നിസ്കരിക്കുന്ന അബൂ മുസ്ലിം തങ്ങളെ കണ്ട് ഒന്ന് നോക്കിയിട്ട് ഇങ്ങനെ നിന്നു. ജീവിതത്തിൽ ആദ്യ കാഴ്ചയാണ്. പക്ഷെ അവർ കണ്ടാൽ അറിയും, ഒരുപാട് പ്രാവശ്യം കാണുന്നില്ല. അവരെ കൽബിന്റെ സ്വഭാവം കൊണ്ട് ഒരു പ്രാവശ്യം തന്നെ കണ്ടാൽ ആളറിയും, പേരും അറിയും, നാടും അറിയും, ഒക്കെ അറിയും. അതവരുടെ കൽബിന്റെ സ്വഭാവം ഉണ്ടാകും. നിങ്ങൾ കണ്ടില്ലേ, മഹാന്മാരെടുത്ത് പോകുമ്പോ നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ അവര് പറയില്ലേ? വലിയ വലിയ മഹാന്മാര് പറയില്ലേ, ഇന്ന നാട്ടിൽ നിന്ന് വരുന്നല്ലേ, അപ്പൊ നമ്മൾ എനിക്കത് ആരോ ഫോൺ വിളിച്ചുകൂടെ പറഞ്ഞിട്ടുണ്ടോ ഞാൻ വരുന്നുണ്ടെന്നുള്ള വരും. പരിസരത്ത് ഫോണില്ലാത്ത കാലത്ത് ഫോണൊന്നുമില്ലല്ലോ, പിന്നെ ആരത് പറഞ്ഞത്? ആരോ ഇവിടെ എന്റെ നാട്ടുകാർ വന്നോ ആരെങ്കിലും? അപ്പൊ പിന്നെ ആ സംശയത്തിന് മറുപടി, നിങ്ങളെ നാട്ടിൽ നിന്ന് ഇവിടെ വന്നിട്ടില്ല, ഞാൻ നിങ്ങൾ ആദ്യമായിട്ട് കാണുക, നിങ്ങൾ എന്തിനാ വന്നോന്ന് എനിക്കറിയാം, എന്താ ചോദിക്കാൻ പോകുന്നു അറിയാം, എന്താ ഉത്തരം പറയണ്ടെന്ന് പറയാ, ഒക്കെ അറിയൂ. ശൈഖ് ജിലാനി റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിൽ വന്നിരുന്നില്ലേ 100 ആലിമീങ്ങൾ, നല്ല കനപ്പെട്ട ഇൽമുള്ള ആൾക്കാർ. എന്തിന്? ചോദ്യം ചോദിക്കാൻ, ഉത്തരം മുട്ടിക്കാൻ. ഓരോരുത്തരും ഓരോ മസാല പ്രിപ്പയർ ആക്കി ഉണ്ടെന്ന്. ഈ മസാല നിങ്ങൾ ചോദിക്കണം, ഇങ്ങനെ മസാല, ഈ മസാല 100 വലിയ പണ്ഡിതന്മാർ വന്ന് സദസ്സിന്റെ മുന്നിൽ. അവര് വന്നപ്പോഴേക്ക് ശൈഖ് ജിലാനി ഒന്നിങ്ങനെ നോക്കി, ഇവര് വന്നതിനാലേ പിന്നൊന്ന് തലതാഴ്ത്തി. ഈ തലതാഴ്ത്തുന്ന നേരത്ത് 10,000-കണക്കിന് ആളുകൾ സാക്ഷിയാണ്, അവർ കാണുകയാണ്. ശൈഖ് ജിലാനി തങ്ങളിൽ നിന്നൊരു വല്ലാത്ത പ്രകാശം സദസ്സിലേക്ക് അങ്ങ് വന്നിട്ട് ഇവരെ മൂടി പൊതഞ്ഞു. ഈ 100 ആലിമീങ്ങളെയും പിടിച്ച് കരയാണ്. ഈ 100 പണ്ഡിതന്മാര് ഒച്ചപ്പാടുണ്ടാക്കി കരയാണ്. ഇപ്പൊ എന്താന്ന് ചോദിച്ചപ്പോ എന്താന്ന് ചോദിക്കുന്നത്? അവരോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാ കരഞ്ഞത്? ഞങ്ങൾ കരഞ്ഞതോ? ഞങ്ങളെ കൽബിനകത്തുള്ള ഇൽമിന്റെ മുഴുവൻ ആദ്യാക്ഷരം വരെ പിടിച്ചിട്ട്. അതാണ് ആ പ്രകാശങ്ങൾ കണ്ടില്ല, സദസ്സൊക്കെ ഒരു വെളിച്ചെങ്ങനെ, ആ വെളിച്ചത്തിൽ
ശബ്ദിച്ചിട്ട് അട്ടഹസിച്ച് ഷെയ്ഖ് ജിലാനി തങ്ങളെ മുന്നിൽ വന്ന് മാപ്പ് ചോദിക്കുന്നു. ഓരോരുത്തരെയും ഷെയ്ഖ് ജിലാനി തങ്ങൾ കൈകൊടുത്ത് അടുത്തേക്ക് അടുപ്പിച്ച് മടക്കി വിടുന്നു. ഷെയ്ഖ് ജിലാനി തങ്ങളെന്ന് അടുത്തേക്ക് അടുപ്പിച്ച് മടക്കി വിട്ടപ്പോ അവർക്ക് അല്ലാഹു ഇൽമൊക്കെ തിരിച്ചു കൊടുത്തു. എല്ലാ ഇൽമും തിരിച്ചു കൊടുത്തവരെ പോയിരുന്നു. 100 ആളും പോയിരുന്നപ്പോ ഷെയ്ഖ് ജിലാനി തങ്ങൾ പറയാണ്, ഒന്നാമനോട് ആദ്യം ചോദിക്കാൻ പറഞ്ഞ ചോദ്യം ഇതാണ്, ഉത്തരം ഇതാണ്. രണ്ടാമത്തെ ആളെ ചോദ്യം ഇതാണ്, ഉത്തരം ഇതാണ്. 100 ആളെ ചോദ്യം ഉത്തരം പറഞ്ഞു കൊടുത്തു. നീ ചോദിക്കാണ്ടോന്ന് വെച്ചു, ഇനി ചോദിക്കേ, ഇനി അങ്ങനത്തെ സംഗതി ചിന്തിക്കൂല. ഉലമായിനൊക്കെ ഉണ്ട് ഇങ്ങനെ. ഇമാം ബുഖാരി തങ്ങളെ പരിശോധിക്കാൻ വേണ്ടി പറഞ്ഞു വന്നു. ഇമാം ബുഖാരി തങ്ങളെ ചോദിച്ചുവിടുന്ന അത് 1-2 ആൾക്കാരല്ല, വലിയ വലിയ ആലിമീങ്ങള്. അവര് സനദും ഹദീസൊക്കെ മാറ്റി മറിച്ച് കുഴച്ച് മറിച്ചാ വരുന്നത്. അപ്പുറത്തുള്ള പേര് ഇപ്പുറത്തും, ഇപ്പുറത്തുള്ള പേര് അപ്പുറത്തും, അപ്പുറത്തെ ഭാഗം ഇപ്പുറത്തും ഇപ്പുറത്തും അങ്ങനെ കൂട്ടിക്കുഴച്ച്. ബുഖാരി തങ്ങളൊക്കെ കേട്ടിരുന്ന 1, അടുത്ത ആള് 2, 3, അടുത്ത ഒക്കെ കഴിഞ്ഞ ശേഷം 1-ാമത്തെ ആള് പറഞ്ഞ ആദ്യത്തെ ഹദീസ് അതിന്റെ സനദിതാണ്, ആള് പറഞ്ഞ തെറ്റാണ്, അതിന്റെ മത്തിനതാണ്, അതും തെറ്റാണ്. മുഴുവൻ ആൾക്കാർക്കും ഇരുന്ന ഇരിപ്പിന് അങ്ങ് ഓതിക്കൊടുത്തു. എന്താണ് ആ ഇൽമു സഹോദരങ്ങളെ? ആ ഇൽമൊക്കെ അവരൊക്കെ പറയുന്ന ആ ഒരൊറ്റ സദസ്സ് നമ്മൾ കണ്ടാണ്ടല്ലോ, അപ്പോഴേക്കന്നെ അല്ലാഹു നമ്മുടെ ഖൽബിൽ ഇൽമു തരും. ചോദിച്ച മുഴുവൻ ആളുകളുടെയും ഹദീസുകൾ ഒന്ന് വിടാതെ മണിമണിയായി പറഞ്ഞങ്ങ് പഠിപ്പിച്ചു. അല്ലാഹു നൽകുന്ന കഴിവ്, ബുദ്ധിശക്തിയും അല്ല നൽകുന്ന സഹായവും ഒന്ന് വേറെ തന്നെയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അബൂ മുസ്ലിമുൽ ഖൗലാനി തങ്ങളെ ഒന്നിങ്ങനെ നോക്കിയിട്ട് അവിടെ ഒന്ന് നിന്നിട്ട് ചോദിക്കുന്നു അപ്പുറത്തുള്ള ആളുകളോട്, മിമ്മനിർ റജുൽ, ആരാണ് ഈ വന്നിരിക്കുന്നത്? അവര് പറഞ്ഞു, മിൻ അഹ്ലിൽ യമൻ, യമൻകാരിൽപ്പെട്ട ആളാണ്. അതേ യമൻകാരിൽപ്പെട്ട ആളാണല്ലേ? ഫലഅല്ലകല്ലദീ ഹറഖഹുൽ കദ്ദാബു ബിന്നാർ, ആ കള്ളം പറയുന്ന രാജാവ് തീ കൊണ്ട് കരിച്ചു കളഞ്ഞ ആൾ ഇദ്ദേഹമാണല്ലോ. നിസ്കാരം കഴിഞ്ഞിട്ട് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അതാ ആലിംഗനം ചെയ്യുന്നു. സന്തോഷത്തോടെ ആലിംഗനം ചെയ്ത് ഉമർ ബിൻ ഖത്താബ് തങ്ങൾ കരയുന്നു. ഈമാനികമായി പരീക്ഷണം അനുഭവിച്ച് വിജയശ്രീലാളിതനായി വന്ന മഹാനെ കണ്ട സന്തോഷത്തിന്റെ കരച്ചിലാണ്. കയ്യും പിടിച്ച് നേരെ കൊണ്ടുപോകുന്നു. 1-ാമത്തെ സൊഫിലുണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അവിടെ കൊണ്ടുപോയിരുത്തിയിട്ട് പറയുന്നു, ഹാദാ അബ്ദുല്ലാഹ് ഇബ്നു സൗബിൻ. ഇതാരാന്നറിയോ? അബ്ദുല്ലാഹ് ഇബ്നു സൗബാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല തീ കൊണ്ട് പരീക്ഷിച്ചിട്ട് വലിയ ബഹുമാനം നൽകിയ ആളാണ്. ശേഷം ഉമർ ബിൻ ഖത്താബ് തങ്ങള് അവിടുന്ന് ഒരു പ്രസംഗം നടത്തിയപ്പോ അതിന്റെ തുടക്കത്തിൽ പറഞ്ഞു, അൽഹംദുലില്ലാഹില്ലദീ ലം യുമിത്നി ഹത്താ അറാനി ഫീ ഉമ്മത്തി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ഫുഇല ബിഹി കമാ ഫുഇല ബി ഇബ്രാഹിം അലൈഹിസ്സലാം. ഇബ്രാഹിം നബിയെ കൊണ്ട് ചെയ്യപ്പെട്ടതുപോലെ ഈ ഉമ്മത്തിൽ നിന്ന് പരീക്ഷണം നൽകപ്പെട്ട ഒരാളെ കാണിച്ചു തന്ന അല്ലാഹുവേ, നിനക്കാണ് സർവസ്തുതിയും. ആ കാഴ്ചയിൽ ഈമാനിന്റെ വർധനവുണ്ട്. ഈമാനിന് ഒന്നുകൂടി മികവും തികവും കൂടാനുണ്ട്. സുബ്ഹാനല്ലാഹ്. ഈ അബൂ മുസ്ലിമുൽ ഖൗലാനി തങ്ങള് എന്താണോ ഉദ്ദേശിക്കുന്നത് അള്ളങ്ങ് കൊടുക്കുകയല്ലേ. അവർക്കൊരു പേടിയും ഇല്ല. അവരങ്ങ് പറഞ്ഞാൽ മതി, അള്ള ബാക്കി അങ്ങ് കൊടുക്കുന്നു. ഇസ്തിഖാമത്തിലായി ഉറച്ചു നിൽക്കുമ്പോ ഫലാ ഖൗഫുൻ അലൈഹിം, ഒരു കാര്യത്തിനും പേടിയില്ല. കൂടെ ഇരിക്കുന്ന ശിഷ്യന്മാര് പറഞ്ഞു, അബൂ മുസ്ലിം തങ്ങളോട് നല്ല ഇറച്ചി തിന്നാൻ പൂതിയാകുന്നുണ്ട്. നമ്മളോട് പറഞ്ഞാൽ നമ്മൾ എന്ത് പറയും? ഇന്നിപ്പോ ഏതാനും തൽക്കാലം കിട്ടും, നാളെ ആയിട്ടെന്ന് പറയില്ലേ? ഒന്നുകിൽ ഏതെങ്കിലും ഉള്ള ടൗണിൽ പോയി വാങ്ങാം, അല്ലെങ്കിൽ ഈ പുരയിലുള്ള ഏതെങ്കിലും കോഴി നടത്തു വെക്കാന്ന് പറയില്ലേ? കൂടെ ഇരിക്കുന്ന ശിഷ്യന്മാര് പറഞ്ഞു, അബൂ മുസ്ലിം തങ്ങളെ ഹദിസ്തഹൈനല്ല, ഇറച്ചി തിന്നാൻ വല്ലാത്ത പൂതിയുണ്ട്. നിങ്ങളൊന്ന് അള്ളാഹിനോട് ദ്വാരുന്ന അള്ള നമുക്ക് തരുമല്ലോ. നിങ്ങളൊന്ന് അള്ളാഹിനോട് ദ്വാരുന്ന അള്ള നമുക്ക് തരുമല്ലോ. അത് കേട്ടപ്പോഴേക്ക് മഹാനവർകൾ പറഞ്ഞു, അല്ലാഹുമ്മ ഖദ് സമീഅത ഖൗലഹും. ഇമാം നവവി തങ്ങൾ ഉദ്ധരിക്കുന്ന ബഹുമാനമാണ് ഞാൻ പറയുന്നത്. അല്ലാഹുമ്മ ഖദ് സമീഅത ഖൗലഹും, അല്ലാഹുവേ ഇവരെ വർത്തമാനം നീ കേട്ടില്ലേ. വ അൻത അലാ മാ സഅലൂ ഖാദിറുൻ, അവർ ചോദിച്ചതിന് നീ കഴിവുള്ളവനാണല്ലോ.
ഇവര് നീ ചോദിച്ചത് നീ കേട്ടില്ല അല്ലാ, അവർ ചോദിച്ചത് കൊടുക്കാൻ നിനക്ക് കഴിവുണ്ടല്ലോ എന്നുള്ള 2 വാക്കേ പറഞ്ഞിട്ടുള്ളൂ. തീരുമ്പോഴേക്ക് അതാ ഒരു സൈന്യത്തിന്റെ ശബ്ദം കേൾക്കുന്നു. ആ സൈന്യം മുന്നോട്ട് കൊണ്ടുവരുന്നു. നല്ലൊരു മാൻകുട്ടി, ഒരു മാൻപേടയെ കൊണ്ടുവന്നിട്ട് അബൂ മുസ്ലിം ഖൗലാനി തങ്ങളെ മുന്നില്, ശിഷ്യന്മാരെ മുന്നിൽ വിട്ടുകൊടുക്കുന്നു. ഇറച്ചിയല്ലേ ചോദിച്ചത്? ആ ഇറച്ചി ശരിക്കങ്ങോട്ട് പണിയെടുത്ത് ഇതിനെ അറുത്തിട്ട് നല്ലോണം റെഡിയാക്കി അങ്ങ് ഭക്ഷിച്ചോളി. ഒരു സൈന്യം. എവിടുന്നാ സൈന്യം വന്നത്? ആരാണ് ആ സൈന്യത്തെ അവിടെ എത്തിച്ചത്? അബൂ മുസ്ലിമുൽ ഖൗലാനി തങ്ങൾ എത്ര നേരാതായിരുന്നത്? 2 കലിമത്ത്. എന്താ പറഞ്ഞത്? അല്ലാഹുവേ, അവർ ചോദിച്ചത് നീ കേട്ടില്ലേ? അവർ ചോദിച്ചതിന് കൊടുക്കാൻ നിനക്ക് കഴിയൂലേ? അതേ പറഞ്ഞു. നോക്ക് സഹോദരങ്ങളെ, അവരെ ബഹുമാനം അല്ലാഹു നമ്മളെ കബൂലാക്കട്ടെ. അതിന് അവർ നിന്ന ഇസ്തിഖാമത്തിൽ ഉറച്ചു നിൽക്കണം. എന്താണ് അവർ ഇസ്തിഖാമത്ത്? എന്താണോ അല്ലാഹു തആല കൽപ്പിച്ചത് ആ കൽപ്പിച്ചതിന് വിട്ടുവീഴ്ചയില്ല, അതിന് മാറ്റല്ല. അതങ്ങനെയൊക്കെ അഡ്ജസ്റ്റ്മെന്റ് ഒന്നും അവിടെ ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ട് അല്ലാഹുവിന്റെ കൽപ്പന ഏതല്ലേ? തങ്ങൾ പറഞ്ഞില്ലേ, എന്റെ ശരീരത്തിന് നര ബാധിച്ചത് ഒരൊറ്റായത്താണ് അതിൽ ഏറ്റവും മുഖ്യമായി പ്രവർത്തിച്ചത്. ഹൂദ് സൂറത്ത് എന്നെ നരപ്പിച്ചു കളഞ്ഞു. ഹൂദ് സൂറത്തിൽ ഒരു കൽപ്പന വല്ലാത്ത കൽപ്പനയാണ്. ഫസ്തഖിം കമാ ഉമിർത, കൽപ്പിക്കപ്പെട്ടതുപോലെ നേരെ ചൊവ്വേ നിൽക്കണം, മാറിക്കൂടാ, ഒരിഞ്ച് സംശയിച്ചുകൂടാ, ഒരു പ്രവർത്തനത്തിലും പിന്തിക്കൂടാ. ഫസ്തഖിം കമാ ഉമിർത, എങ്ങനെയാണോ കൽപ്പിക്കപ്പെട്ടത് അങ്ങനെ തന്നെ നിന്നോളണം. അങ്ങനെ നടക്കുമ്പോ അവർക്ക് ബാക്കിയുള്ള കാര്യങ്ങളിൽ ഒരു പ്രശ്നമില്ല. ബാക്കിയെല്ലാം അല്ലാഹു തആല കൊടുക്കും. നമ്മൾ ആ ഇസ്തിഖാമത്തിൽ എല്ലാ വിഷയത്തിലും അല്ലാഹുവിനെ അനുസരിക്കുക. അത് സാമ്പത്തിക രംഗത്ത് വേണം, നമ്മുടെ മനസ്സിന്റെ അവസ്ഥയിൽ വേണം, കുടുംബ രംഗത്ത് വേണം, സ്വകാര്യ കാര്യങ്ങളിൽ വേണം, കുടുംബകാര്യങ്ങളിൽ വേണം, കൂട്ടുകാരെ കാര്യങ്ങളിൽ വേണം, മക്കളെ കാര്യങ്ങളിൽ വേണം, തുടങ്ങി ജോലി സംബന്ധമായ കാര്യങ്ങളിൽ എല്ലാ കാര്യങ്ങളിലും ആ അനുസരണം വേണം. ആ അനുസരണമുണ്ടോ ഒരു പരാജയവുമില്ല. തരേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആല തരും. കൃത്യമായി റബ്ബ് തആല തരാൻ കഴിവുള്ളവനാണ്. ബക്കറ്റ് വരുന്നുണ്ട്, എല്ലാവരും നല്ല സംഭാവന കൊടുക്കണം. അല്ലാഹു തആല സ്വതക്കകളൊക്കെ സ്വീകരിക്കുമാറാകട്ടെ. സംഭാവന ആരും കുറക്കരുത്. കഴിവിന്റെ പരമാവധി സംഭാവന കൊടുത്ത് സഹകരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തും. സഹോദരങ്ങളെ, മഹത്തുക്കളൊക്കെ ഈ വിഷയത്തിൽ വല്ലാതെ മുന്നോട്ട് നീങ്ങിയവരാണ്. അതുകൊണ്ട് തന്നെ അവർക്കാരെയും പേടിയില്ല, ഒരു പുലിയെയും പേടിയില്ല, ഒന്നിനെയും പേടിയില്ല. നിങ്ങൾ നോക്ക്, ബഹുമാനപ്പെട്ട ഇബ്രാഹിം റളിയല്ലാഹു അൻഹു വലിയൊരു മഹാനുഭാവനാണ്. ആ മഹാനുഭാവനെ ഉദ്ധരിച്ചുകൊണ്ട് ഒരു വലിയ സംഭവം മഹാന്മാര് രേഖപ്പെടുത്തിയത് കാണാം. അതാ ഇബ്രാഹിം തങ്ങളെ കാണാൻ വേണ്ടി ഒരാൾ വരുന്നു. ഇബ്രാഹിം തങ്ങളെ അടുത്തേക്ക് വരികയാണ്. മഹാനവറുകളെ ഒന്ന് കണ്ടിട്ട് സലാം പറഞ്ഞ് പിരിഞ്ഞു പോകാൻ വേണ്ടി ഇബ്രാഹിം റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തേക്ക് വരുന്നു. ഇബ്രാഹിം റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തേക്ക് അവരെ കാണാൻ വേണ്ടി ഇബ്രാഹിം റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ട അബുൽ ഖൈർ മഹാനായ തീനാത്തി റളിയല്ലാഹു അൻഹു നിസ്കാരത്തിലാണ്. ആ നിസ്കാരത്തിലുള്ള മഹാനവറുകളോട് സലാം പറയാൻ ഉദ്ദേശിച്ചു വന്നപ്പോ നിസ്കരിക്കല്ലേ, നിസ്കാരം ഞാൻ നിങ്ങൾ ശ്രദ്ധിച്ചപ്പോ ഫാത്തിഹ ഒന്നും നേർക്ക് ഓതുന്നത് ഞാൻ കേട്ടില്ല. വലിയ ഒരു മഹാനാണ് അബുൽ ഖൈർ അബ്ബാദ് ബിൻ അബ്ദുല്ലാഹി തീനാത്തി റളിയല്ലാഹു അൻഹു, കറാമത്ത് കൊണ്ട് അറിയപ്പെട്ട മഹാനാണ്. ഫാത്തിഹ ശരിയായി ഓതില്ല എന്ന് പറഞ്ഞാൽ മഹാനവറുകളുടെ നാവിൽ ചെറിയൊരു വിക്കുണ്ടായിട്ട് കേൾക്കുന്ന ആൾക്കാർക്ക് അങ്ങനെ തോന്നും. അതുകൊണ്ടാണ് ഫാത്തിഹ ഓതുന്നത് ശരി തന്നെയാണ്. ഓതുന്നത് അല്ലാഹു തആല നൽകിയ കഴിവനുസരിച്ച്, ശരീരമനുസരിച്ച് ഓതുന്നത് ശരിയാണ്. പല മറുപടിയും പറഞ്ഞ കൂട്ടത്തിൽ അങ്ങനെ ഒരു മറുപടിയും കാണാം മഹാന്മാരെ എഴുതി വെച്ച്. അപ്പൊ ഇബ്രാഹിം പറഞ്ഞു, ഞാൻ വെറുതെ വന്നു, ഫാത്തിഹയൊക്കെ ഈ മട്ടത്തിലല്ലേ ഓതുന്നത്, ഫാത്തിഹന്റെ ഓത്തിന് കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. പക്ഷെ മഹാനവറുകൾക്ക് അങ്ങനെ തോന്നിയിട്ട് ഞാൻ അവിടുന്ന് പുറപ്പെട്ടു, അവിടുന്ന് പിരിഞ്ഞു. ഞാൻ അവിടുന്ന് നേരെ പിരിഞ്ഞു.
വുളു എടുക്കാൻ വേണ്ടി പുറത്തിറങ്ങിയപ്പോൾ അതാ പുറത്തൊരു വലിയ മൃഗം, ആ മൃഗം എന്നെ ലക്ഷ്യമാക്കി ഇങ്ങനെ അടുത്തേക്ക് വരുന്നു. പടച്ചോനെ, എനിക്ക് പേടിയായി പോയി. ഇബ്രാഹിം റിഖി പറയാണ്, ഞാനങ്ങ് മാറി, വേഗം അബുൽ ഖൈറിലേക്ക് ഓടിച്ചെന്നു. അബുൽ ഖൈർ തങ്ങളോട് പറഞ്ഞു, ഇതാ സിംഹം അടുത്ത് വരുന്നു. ഇന്നൽ അസദ ഖസദനി, ആ സിംഹം എന്നെ ലക്ഷ്യമാക്കി എന്റെ അടുത്തേക്ക് വരികയാണ്. എവിടെ സിംഹം എന്ന് വെച്ചത്? അവിടെ ഉണ്ട്. മഹാനവർകൾ നിസ്കരിച്ച സ്ഥലത്തുനിന്ന് പുറത്തിറങ്ങിയിട്ട് സിംഹത്തിനോട് പറയാണ്, അലമ്മ കുല്ലകലാ തതാറദുൽ ഈഫാനി, സിംഹത്തിനോട് പറയാണ്, എന്റെ അതിഥികളെ നേർക്ക് വരരുത് നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ? എന്റെ അതിഥികളാണ് ഇതൊക്കെ, അവരടുത്തേക്ക് വരരുത് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? ഈ ഒരു വാക്ക് കേട്ടപ്പോഴേക്ക് ഫതനഹ, സിംഹം അവിടുന്ന് അങ്ങ് മാറി അതിന്റെ റൂട്ടിലേക്ക് പോയി. ഇത് ഞാൻ കണ്ട് ഞാൻ വലിയ അത്ഭുതത്തോട് നോക്കിക്കാണുകയാണ്. സിംഹത്തിനോട് സാധാരണ ഒരു ഖാദിമിനോട് പറയും പോലെ, ഒരു കൂട്ടുകാരനോട്, പരിചാരകനോട്, മക്കളോട് പറയും പോലെ, എന്റെ അതിഥികൾ വന്നിട്ട് അവരെ ഇടങ്ങേറാക്കരുത് എന്ന് പറഞ്ഞിട്ടില്ലേ? നിനക്ക് നിന്റെ വഴിക്കങ്ങ് പോയാ പോരെ എന്ന് പറഞ്ഞപ്പോ സിംഹം അത് കേട്ടുപോയി. എന്തൊരു അനുസരണമാണ്! ഞാൻ വുളു എടുത്തിട്ട് അങ്ങോട്ട് ചെന്നു, വീണ്ടും ചെന്നു. ഇപ്പൊ ഞാൻ കണ്ടല്ലോ, അനുഭവത്തോടെ കണ്ടല്ലോ സിംഹത്തോട് മാറി നിൽക്കാൻ പറഞ്ഞത്. ഞാൻ അങ്ങോട്ട് ചെന്നപ്പോ മഹാനവറുകൾ പറഞ്ഞു, ഇസ്തഗൽതും ബിതഖ്വീമില്ലാഹിരി ഫഖിഫ്തുമുൽ അസദാ, നിങ്ങൾ പുറം നന്നാക്കി നടന്നു, അപ്പൊ സിംഹത്തങ്ങൾക്ക് പേടിയായി. വസ്തഗൽനാ ബിതഖ്വീമിൽ ഖൽബി ഫഖാഫനൽ അസദു, ഞങ്ങൾ ഖൽബ് നേരെയാക്കി പണിയെടുത്തു, സിംഹം ഞങ്ങളെ പേടിച്ചു. ഖൽബ് നേരെയാക്കണം. കിബറും മുജുബും റിയാഉം ഹസദും നമ്മളെ ഖൽബിൽ അള്ളിപ്പിടിക്കരുത്. അല്ലാഹു നമ്മളെ ഖൽബ് നന്നാക്കി തരട്ടെ. മൂത്രമൊഴിച്ച് വരുമ്പോ, വിസർജിച്ച് വരുമ്പോ ചൊല്ലുന്ന ദിക്റെന്താ? അല്ലാഹുമ്മ തുഹിർ ഖൽബി മിനൻ നിഫാഖ്. എന്തിനാ അങ്ങനെ ചൊല്ലുന്നത്? എല്ലാരും ചൊല്ലല്ലേ, അല്ലാഹുമ്മ തുഹിർ ഖൽബി മിനൻ നിഫാഖ്. എന്താ സഹോദരങ്ങളെ അതിന്റെ അർത്ഥം? അല്ലാഹുവേ, എന്റെ ഖൽബ് നിഫാഖിൽ നിന്ന്, കാപ്പട്യത്തിൽ നിന്ന് നീ ശുദ്ധിയാക്കണേ അല്ലാഹ്. മലമൂത്ര വിസർജനത്തിന് എന്ത് കാപ്പട്യം? അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പോയങ്ങിരുന്നപ്പോ നിങ്ങൾക്ക് തോന്നിയോ അത് എന്റെ കഴിവ് കൊണ്ടാണ് എന്ന്? ഞാൻ ഇത്രയും ഒഴിച്ചു വന്നത് നിങ്ങളെ കഴിവ് കൊണ്ടാന്ന് തോന്നിയോ? എന്നാ പിന്നെ സ്വന്തം കഴിവിന് യാതൊരു തടസ്സമില്ലാത്ത എത്ര ശരീരങ്ങളുണ്ട് സഹോദരങ്ങളെ, ലക്ഷങ്ങളുമായിട്ട് കിടക്കുന്നത്. നമ്മളെ ബോഡിയേക്കാൾ ഹൈ പവർ ബോഡിയുള്ള നല്ല കരുത്തുള്ള ആളുകൾ, ഒരിറ്റു മൂത്രം പോകാൻ കഷ്ടപ്പെട്ട് എത്ര ആള് കിടക്കുന്നുണ്ട് സ്വന്തം കഴിവ് കൊണ്ടാണോ? അങ്ങനെ ഒരു കരുത്ത് മനസ്സിൽ ചിന്തിച്ചു പോകരുത്. എന്റെ കൂട്ടുകാരൻ ഇന്ന് ഹോസ്പിറ്റലിലാണ്, അവന് മലതടസ്സമാണ്, ഞാൻ കണ്ടില്ലേ, എനിക്കൊരു പ്രശ്നമില്ല, ചിന്തിക്കരുതേ. അല്ലാഹു തന്ന കഴിവാണ്. സ്വന്തത്തിൽ ഒരാൾക്കും ഒരു കഴിവും ഇല്ല. റബ്ബേ, നീ നൽകിയ കഴിവ് കൊണ്ടാണ് ഞാനതൊക്കെ ഒഴിവാക്കി വന്നത്, എന്റെ സ്വന്തം കഴിവ് കൊണ്ടാണെന്നൊരു ചിന്ത എന്റെ ഖൽബിൽ തരാതെ എന്റെ ഖൽബിനെ നീ വൃത്തിയാക്കി തരണേ. അതല്ലേ നമ്മൾ അല്ലാഹുവോട് ദ്വാർക്കുന്ന ദുആ. ഒന്നിനും സഹോദരങ്ങളെ നമുക്ക് എവിടെ കഴിവ്? നല്ല വാഹനമുണ്ട്, ലക്ഷങ്ങൾ കൊടുത്ത വാഹനമല്ലേ, ആ വാഹനത്തിൽ കയറിയിരിക്കുമ്പോ എന്താ മുസ്ലിം പറയുന്നത്? സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. വാഹനം കാശ് കൊടുത്ത് വാങ്ങിയിട്ടുണ്ടെങ്കിലും, യാത്ര ചെയ്യാൻ സീറ്റിൽ ഇരുന്നിട്ടുണ്ടെങ്കിലും, ഇരുന്നിട്ടങ്ങ് യാത്ര അങ്ങോട്ട് ലക്ഷ്യത്തിലെത്തണോ? നീ കഴിവ് തരണമല്ലോ അല്ലാഹ്. വാഹനമുള്ളവർ യാത്ര ചെയ്യാൻ കഴിയാത്ത എത്ര പേരുണ്ട്? അവരെ വീട്ടുമുറ്റത്ത് 3-4 വാഹനങ്ങളുണ്ട്, ഒന്ന് സീറ്റിരിക്കാൻ അവർക്ക് കഴിവില്ലല്ലോ. വാഹനത്തിലൂടെ മുന്നോട്ട് പോകുമ്പോഴേക്ക് ശരീരത്തിന്റെ ഭാഗങ്ങൾ വേദനിക്കുകയാണല്ലോ. കാശില്ലാഞ്ഞിട്ടല്ല, സൗകര്യങ്ങളില്ലാഞ്ഞിട്ടല്ല, അല്ലാഹു ആവത് തരണ്ടേ. ആ വാഹനത്തിൽ നിന്ന് താഴെ ഇറങ്ങുമ്പോഴും റബ്ബി അദ്ഖിൽനീ മുദ്ഖല സുദ്ഖിൻ
ഫാഖ്രിജ്നി മുഖ്റജ സിദ്ഖിൻ വജ്അൽ ലീ മിൻ ലദുൻക സുൽത്താനൻ നസീറാ. ഞാൻ ഇറങ്ങാൻ പോകുന്ന സ്ഥലം നല്ല സ്ഥലമാക്കി തരണേ അല്ലാ. എത്ര ആളുകൾ പോയി ഇറങ്ങി തിരിച്ചു വരാത്തവരുണ്ട്, എത്ര ആളുകൾ അപകടത്തിൽപ്പെട്ടവരുണ്ട്, എത്ര ആളുകൾ പല രൂപത്തിൽ ഈമാനും അമലും ഒക്കെ നഷ്ടപ്പെട്ടവരുണ്ട്. പിന്നെ അയാൾ തിരിച്ചു വരുന്നത് യുക്തിവാദിയായിട്ടാണ്, വിദ്അത്തുകാരനായിട്ടാണ്. അങ്ങനെ അവസ്ഥ എനിക്ക് നീ തരരുത്, നീ എനിക്ക് നല്ല കഴിവ് തരണേ. വജഅൽ ലീ മിൻ ലദുൻക സുൽത്താനൻ നസീറാ. എല്ലാ കഴിവും തരുന്നവൻ അല്ലാഹുവാണ്. സ്വന്തത്തിൽ ഒരു കഴിവും നമുക്ക് ആർക്കുമില്ല, ആർക്കുമില്ല. ആ ഒരു ബോധത്തോടെ ആകണം നമ്മുടെ പ്രവർത്തനം. നിങ്ങൾ നോക്കി, അബുൽ ഖൈർ റളിയല്ലാഹു അൻഹു എത്ര പെട്ടെന്നാണ് സിംഹത്തെ അങ്ങോട്ട് മാറ്റിയത്. ഒരു കാട്ടിലെ പരിചയമുള്ളൊരു ഫോറസ്റ്റ് ഗാർഡിനെയും കൊണ്ടുവന്നിട്ടില്ല, ഒരു പോലീസ് ഉദ്യോഗസ്ഥനോടും വരാൻ പറഞ്ഞിട്ടില്ല, സിംഹത്തെ വെടിവെക്കാൻ പെർമിറ്റുള്ള ഒരാളോടും തോക്കുമായി വരാൻ പറഞ്ഞിട്ടില്ല. സിംഹം അവരെ കണ്ടപ്പോഴേക്കങ്ങ് പേടിച്ചുപോയി. കാരണം പറഞ്ഞ എന്താണെന്നറിയോ? ഇബ്രാഹിം റിഖിയോട്, നിങ്ങൾ പുറം നന്നാക്കാൻ നടന്നില്ലേ, ഖൽബ് നന്നാക്കണം. ഒരു കിബറും വേണ്ട, ഒരു റിയാഉം വേണ്ട, ഒരു ഹസദും വേണ്ട. ഹസദില്ലാത്ത ഖൽബ് അല്ലാഹു നമുക്ക് തരട്ടെ. ആർക്ക് അല്ലാഹ് നിഅമത്ത് കൊടുത്താലും അൽഹംദുലില്ലാ എന്ന് പറയാനുള്ള ഒരു ഖൽബ് അല്ലാഹു നമുക്ക് തരട്ടെ. ഒരാൾക്ക് അല്ലാഹു 3 മക്കളെ കൊടുത്തു, 3 ആളും നല്ല ഉദ്യോഗസ്ഥന്മാരും നല്ല ശമ്പളക്കാരുമാണ്. എന്തെങ്കിലും വിഷമം തോന്നുന്നുണ്ടോ? ഉണ്ടോ? എന്നാ സംഗതി കുഴപ്പാ. ഒരാൾക്ക് അല്ലാഹു തആല 4 മക്കളെ കൊടുത്തു, 4 ആളും ആലിമീങ്ങളാണ്, 4 ആളും നല്ല അഭ്യസ്ത വിദ്യരാണ്, നാടിനെയും നാട്ടാരെയും സേവിക്കാൻ കഴിയുന്ന, ഖിദ്മത്തെടുക്കാൻ കഴിയുന്ന നല്ല നല്ല കഴിവുറ്റവരാണ്. ആ ബാപ്പയും മക്കളും ഇങ്ങനെ വരുമ്പോ എന്ത് വിഷമം തോന്നുന്നുണ്ടോ? ഒന്നും തോന്നണ്ട, അൽഹംദുലില്ലാ. ഇങ്ങനെ അവസ്ഥ കാണാനുള്ള ഭാഗ്യം അല്ലാഹ് തന്നല്ലോ. നിങ്ങളും നിങ്ങളെ കൂട്ടുകാരനും ഒരുമിച്ച് നിങ്ങൾ പോയി ഇന്റർവ്യൂവിന് ബാംഗ്ലൂരിലേക്ക്. ഞങ്ങനെ ആരോ പോയവരുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞത്, ഞാൻ ഒരു ഉദാഹരണം പറയണം. ബാംഗ്ലൂരിലേക്ക് പോയി, നിങ്ങൾക്ക് അവനേക്കാൾ നല്ല മാർക്കുണ്ട്, നല്ല നല്ല കാർഡുകൾ നിങ്ങളെ പക്കലുണ്ട്, നിങ്ങളെ കഴിവനുസരിച്ച് ഓരോ സർട്ടിഫിക്കറ്റ് ഉണ്ട്. അവനാകെ 1-2 സർട്ടിഫിക്കറ്റേ ഉള്ളൂ, മാർക്ക് കുറവാണ്. പക്ഷേ ഇന്റർവ്യൂ നടന്നപ്പോ അവനതാ ഇന്റർവ്യൂവിൽ മാർക്ക് കൂടുതലായി കാണുന്നു. ബോർഡ് വന്നപ്പോ, വിഷയം വന്നപ്പോ അവന് നിങ്ങളെ മുകളിലാണ് ജോലി, നിങ്ങൾക്കോ ജോലിയുണ്ട്, 2 ആൾക്കും ഒരേ കമ്പനിയിൽ ജോലിയുണ്ട്. അയാൾക്ക് തസ്തിക മുകളിലും നിങ്ങൾക്ക് തസ്തിക താഴെയുമാണ്. വിഷമം തോന്നുന്നുണ്ടോ? വേണ്ട. പോകുമ്പോ നിങ്ങളെ മനസ്സിൽ തോന്നിയിട്ടുണ്ടാകും, ഇത്രയൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് മേൽഘടകത്തിലല്ലാതെ താഴോട്ടൊരു നിൽക്കുണ്ടാകൂലാന്ന്. അല്ലാഹ് ഒന്ന് താത്തിയതാണ്, ഒന്ന് മയം കിട്ടാൻ. അയാള് പോകുമ്പോ അയാളെ മനസ്സിൽ അല്ലാഹ് എന്താണോ തരുന്നത് ഞാൻ അങ്ങ് സ്വീകരിക്കുന്നതാണ്. അല്ലാഹ് അങ്ങോട്ട് മേലോട്ട് കൊടുത്തതാ. സഹോദരാ, ഖൽബിന്റെ മാറ്റത്തിനനുസരിച്ച് കാര്യങ്ങൾ മാറുകയാണ്. ഖൽബ് നല്ലോണം നന്നാക്കണം, നല്ല ഇൽമു സ്വീകരിക്കണം. ഖൽബ് നന്നാകാൻ എന്നും അല്ലാഹുവോട് ദുആ ചെയ്യണം. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ദുആയിരുന്ന ദുആ ഇല്ലേ? നിത്യമായ ദുആയിരുന്ന ദുആ, ചെറിയ ദുആ. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. ഖൽബിനെ മാറ്റിമറിക്കുന്ന അല്ലാഹുവേ, ഖൽബിനെ മറിക്കുന്ന അല്ലാഹുവേ, എൻ്റെ ഖൽബിനെ നിന്റെ ദീനിൽ തന്നെ ഉറപ്പിച്ചു നിർത്തി തരണം എന്ന പ്രാർത്ഥന പ്രാർത്ഥിക്കണം. ഖൽബിന് എന്തെങ്കിലും കേട് വന്നാൽ ദിക്റും സ്വലാത്തും ചൊല്ലിയിട്ട് അല്ലാഹുവോട് ദുആർക്കണം. ഖൽബിനൊരു കുശുമ്പും വേണ്ട, ഒരു കുറുമ്പും വേണ്ട, ഒരാളോടും ഒരു വിദ്വേഷവും ഒരു വൈകാരികതയും ഒരു വിഷമവും തോന്നാത്ത നല്ല ഖൽബ്. നമ്മളെ അത്ര ഇൽമും പക്വതയൊന്നുമില്ല, പക്ഷേ അല്ലാഹു നല്ല ദീനീ ഖിദ്മത്തിന് തൗഫീഖ് കൊടുത്ത എത്രയോ ആളുകളുണ്ട്. അവരെ കാണുമ്പോ നമുക്ക് എന്താ തോന്നേണ്ടത്? അൽഹംദുലില്ലാഹ്, എന്റെ കൂട്ടുകാരനാണെന്ന് പറയാൻ എനിക്കൊരു അന്തസ്സുണ്ടല്ലോ, നല്ല ഖാദിമാണല്ലോ, അല്ലാഹ് നല്ല ബർക്കത്ത് കൊടുക്കട്ടെ. അയാളെ പോലെ പ്രവർത്തിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ലല്ലോ. ഓരോരുത്തരെയും കാണുമ്പോ നിനക്കുള്ള നല്ല ചിന്ത വേണം. മഹാന്മാരെ ഖൽബ് കണ്ടില്ലേ? ആരെ കണ്ടാലും അവരെ ഖൽബിൽ അനുകൂല ചിത്രമല്ലാതെ പ്രതികൂല ചിത്രമില്ല. തെറ്റ് ചെയ്യുന്നവനെ കണ്ടു നോട്ടിക്കോളൂ, ശരിക്കൊരു മദ്യപാനെ കണ്ടു നോട്ടിക്കോളൂ, എന്തായിരിക്കും നമ്മളെ മനസ്സിലെ മിന്നലാട്ടം?
എന്തായിരിക്കും അവരെ മനസ്സിലെ മിന്നലാട്ടം? അവരെ മനസ്സിൽ ബേജാറായി, പഠിച്ചോരെ അയാൾ എങ്ങനെയെങ്കിലും നന്നാകണല്ലോ, അയാളൊന്ന് നന്നാക്കണല്ലോ, അതിന് എപ്പോഴും അവർ അവസരം കിട്ടും. അയാൾ ഞാൻ പരിചയമുള്ള ആളാണ്, അയാളങ്ങനെ വിട്ടുപോകാൻ പാടില്ലല്ലോ, എന്തോ ഒരു കാര്യത്തിൽ അയാൾ അങ്ങനെ പെട്ടുപോയതായിരിക്കുമല്ലോ, പോലും നന്നാക്കണല്ലോ. സഹതാപത്തിന്റെ മനസ്സാണ് തെറ്റുകാരോട്, കുറ്റക്കാരോട് അവർക്ക് പുറത്തു കിട്ടാനുള്ള മനസ്സാണ്. അതുകൊണ്ടല്ലേ വലിയ മഹാന്മാരൊക്കെ തെറ്റ് ചെയ്യുന്ന, കുറ്റം ചെയ്യുന്ന ഒരാളെയും ആക്ഷേപിക്കാതെ അവരെ നന്നാക്കുന്ന അമല ചെയ്തത്. അവരെ കൂടി നന്നാക്കണം, അവരോടുകൂടി അവർക്ക് വേറെ ഇസ്തിഖാമത്ത് കൊടുക്കണം, ഉപദേശങ്ങൾ കൊടുക്കണം. അവരെ ലാനത്ത് ചെയ്യുന്ന സ്വഭാവോ അവരാട്ടുന്ന സ്വഭാവം ഒന്നുമില്ല, ഒരാട്ടുന്ന സ്വഭാവമില്ല, അവരെ പേപ്പിക്കുന്ന സ്വഭാവമില്ല. നമ്മളോട് ഒരാൾ വന്നിട്ട് അതാരാ, അത് നമ്മളെ അയൽവാസിയാണ്, പക്ഷെ ഞാൻ അങ്ങോട്ട് പോകല്ല, അയാൾ നിസ്കരിക്കൂലെന്ന് ഞങ്ങൾക്കൊന്ന് പറഞ്ഞെടുത്ത സ്വീകരിക്കൂലെന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? ഞാൻ പറഞ്ഞിട്ടില്ല. ഒന്ന് പറഞ്ഞൂടെ? ഒന്ന് സ്വകാര്യമായിട്ട് നിന്റെ സുഹൃത്തും നിൽക്ക അയാളെ വീക്ക്നെസ് ഒന്ന് മനസ്സിലാക്കിയിട്ട് സ്വകാര്യത്തിൽ ഒന്ന് ഉപദേശിച്ചൂടെ? പരസ്യമായിട്ടൊന്നും പറയാൻ പാടില്ല. എന്നിട്ടൊന്ന് നന്നാക്കിക്കൂടെ? കൂടെ കൊണ്ട് നടന്നിട്ട് വേറെന്തെങ്കിലും വിഷമങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ ഒന്ന് കഴിവിന്റെ പരമാവധി ഒന്ന് സഹകരിച്ച് പരിഗണിച്ചു കൊടുത്ത് നീ പോകുന്ന നല്ല മേഖലകളിലേക്ക് അയാളൊന്ന് വന്ന് പിടിച്ചിരുത്തിക്കൂടെ? എന്നാൽ എത്ര നന്മ കിട്ടും. ഒരുപക്ഷേ നീ അങ്ങനെ പിടിച്ചുകൊണ്ടുവന്നിരുത്തിയിട്ട് നിന്നെക്കാളും അയാൾ നല്ല ആളായി മാറിയാൽ നിനക്ക് അല്ലാഹുവിന്റെ അടുക്കൽ എത്ര വലിയ ഭാഗ്യം കിട്ടും, സമ്മാനം കിട്ടും. ഒന്ന് ശ്രമിച്ചുകൂടെ? ആദ്യം തന്നെ മുൻകരുതലാണ്, പറഞ്ഞാലങ്ങ് ശരിയാകൂല. അതുകൊണ്ട് പറയാൻ പോകണ്ട. സുബ്ഹാനല്ലാഹ്, മഹാന്മാർ എങ്ങനെയല്ല ചിന്തിക്കുന്നത്. എത്ര വലിയ തെറ്റുകാരനാണെങ്കിലും എന്തോ അറിവ് കുറഞ്ഞതിന്റെ പേരിൽ ഏതോ സമ്മർദ്ദത്തിന് വഴങ്ങിയിട്ട് പിശാചിന്റെ താല്പര്യങ്ങൾക്ക് അടിമപ്പെട്ട് വന്നുപോയതായിരിക്കും. ഒന്നയാളെ മാറ്റിയാലോ, ഒന്ന് ഉപദേശിച്ച് നന്നാക്കിയാലോ, ഞാനൊന്ന് ശ്രമം നടത്തട്ടെ. അങ്ങനെ അവർ ശ്രമം നടത്തുമ്പോ എത്ര ആളുകളാണ് അവരെ വഴിയിലേക്ക് വരുന്നത്, എത്ര ആളുകളാണ് അവരെ കൊണ്ട് നന്നാകുന്നത്. സുബ്ഹാനല്ലാഹ്, എതിർപ്പിന്റെ ഭാഷയിൽ ഉണ്ടായിരുന്ന ആളുകൾ, അനാവശ്യ വിളിയുമായി വന്നിരുന്ന ആളുകൾ, അവരെ എല്ലാം മഹാന്മാര് നന്നാക്കി, നല്ല ഖൽബ് കൊണ്ട് നന്നാക്കി കൊടുത്തു. കേട്ടിട്ടില്ലേ സഹോദരങ്ങളെ, ഇമാമുൽ ആലം അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു എത്ര വലിയ മഹാനാണ്. ആ മഹാനുഭാവന്റെ കാലത്ത് ഒരു മനുഷ്യനുണ്ടായിരുന്നു. ആ മനുഷ്യന് എപ്പോഴും പറയും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 2 മക്കളെ കല്യാണം കഴിച്ചു കൊടുത്തത് അത് വിശ്വാസമില്ലാത്ത ആളുകൾക്കാണ്, ജൂതന്മാരോട് സഹായം ചെയ്യുന്ന ആൾക്കാർക്കാണ്. വലിയ ഇടങ്ങേറുള്ള വർത്താനം പറഞ്ഞു, ഈമാനും മറ്റൊക്കെ തെറ്റിപ്പോകുന്ന വർത്താനം. അബൂ ഹനീഫ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിലാണ് ഒരാളിങ്ങനെ പറയാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആർക്കാ കല്യാണം കഴിച്ചു കൊടുത്തത്? ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു. അവരെ പറ്റിയാണ് ഈ ആക്ഷേപം. ഈ ആക്ഷേപം ഈ മനുഷ്യൻ ഇങ്ങനെ പറഞ്ഞു നടക്കുകയാണ്. അയാളെ വേണ്ടി നന്നാക്കുക. ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു അയാളെ വിളിച്ചു, നിങ്ങളെ മോളെ കെട്ടിക്കാനായി എന്ന് വെച്ചു. ആ കെട്ടിക്കാനായി. നല്ലൊരു ആലോചന നമ്മളെടുത്തുണ്ട്. ആയിക്കോട്ടെ ഉസ്താദ്, ഉസ്താദ് ആലോചിച്ചവന് നമുക്ക് എന്താ തർക്കമുള്ളത്? നമുക്കങ്ങ് ശരിയാക്കാലോ. പെട്ടെന്ന് ആലോചിച്ച്, ഉസ്താദ് പറ്റിയ ആളല്ലേ, നമുക്ക് പറ്റും, നമുക്ക് നോക്കാം. ആ ആയിക്കോട്ടെ, നിങ്ങൾ പോയി വരി, ഞാൻ പറയാം, ആലോചിച്ച് പറയാം. അയാൾ എത്രത്തോളം നിങ്ങൾ താല്പര്യപ്പെട്ട് വരുമല്ലോ, കാരണം ഒരു കല്യാണല്ലേ. അയാൾ വന്നു, പിന്നെയും താല്പര്യപ്പെട്ട് വന്നു. ഉസ്താദ് ആരാണ് നിങ്ങൾ കണ്ടെത്തിയ വരൻ? അയാൾ എല്ലാ കാര്യത്തിലും ഉഷാറാ. പക്ഷെ ഒരു കുറവ് അയാൾക്കുണ്ട്. എന്താ കുറവ്? അയാളൊരു യഹൂദിയാണ്. യഹൂദിക്ക് എന്റെ മോളെ കെട്ടിച്ചു കൊടുക്കാനോ? നടന്നു തന്നെ. ഇയാളങ്ങോട്ട് ഹൈറാന്യത്തിൽ ചൂടായിട്ട് അവിടുന്ന് അങ്ങോട്ട് രംഗൊക്കെ വീർത്താകെ ഒച്ചപ്പാടുണ്ടാക്കി. ചൂടാകണ്ട, നിങ്ങളൊരു സാധാരണക്കാരനാണ്. നിങ്ങളെ മോൾക്ക് ഞാൻ കണ്ടെത്തിയ പുതിയാപ്പിളയിൽ യഹൂദിയത്തുണ്ട് എന്ന് പറഞ്ഞപ്പോഴേക്ക് നിങ്ങൾക്ക് ഇത്ര കയർത്തുവെങ്കിൽ, ജനങ്ങൾക്കിടയിൽ നിങ്ങൾ പറയുന്നൊരു ഭാഷയില്ലേ, അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ മരുമക്കളെ പറ്റി, അത് ശരിയാകുമോ? സാധാരണക്കാരനായ നിങ്ങളെ മകൾക്ക്
ഇത്തരത്തിലുള്ള അന്വേഷണം വന്നു എന്ന് ഞാൻ പറഞ്ഞപ്പോഴേക്ക് നിങ്ങൾ ഇങ്ങനെ കയർക്കുകയാണെങ്കിൽ ആരാണ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുമ്പോൾ അത്തരത്തിൽ ജൂദായിസമുള്ള രണ്ടാളുകൾക്ക് കെട്ടിച്ചു കൊടുക്കുമോ? ആ മനുഷ്യൻ നിന്ന നിപ്പിൽ പൊട്ടിക്കരഞ്ഞു, പശ്ചാത്തപിച്ചു. വിവരക്കേട് കൊണ്ട് വന്നുപോയതാണ് ഉസ്താദേ. അവരെ കൽബും അവരെ ഈമാനും മറ്റുമൊക്കെ നന്നാക്കുകയാണ്. അവരാക്ഷേപിച്ച് തള്ളിവിടാനല്ല ഈ വിഷയങ്ങളൊക്കെ നടത്തിയത്. അവരെ ഈമാന് ശരിയാക്കി കൊണ്ടുവരാനാണ്, യഥാർത്ഥ ഈമാനിൽ അടിയുറച്ചു നിർത്താനാണ്. ഓ സഹോദരങ്ങളെ, ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ഇസ്തിഖാമത്തിന്റെ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കുമ്പോ അവരെ കൽബ് ശരിയായ രൂപത്തിലാണ്, മാർഗത്തിലാണ്. അതുകൊണ്ട് പിന്നെ അവർക്കൊരു പേടിയും ഇല്ല, ഒരാളെയും പേടിക്കേണ്ടതില്ല, ഒരു ശൈനെയും പേടിക്കേണ്ടതില്ല, ഒന്നും പേടിക്കേണ്ടതില്ല. അവർക്ക് കിട്ടുന്ന വരുമാനത്തിലോ കുറവുണ്ടാകുമോ? കുറവുണ്ടാകൂല. അവർക്ക് നൽകപ്പെടുന്ന സന്താനങ്ങളിലും നല്ല സൗരഭ്യമുണ്ടാകും. അതവർക്ക് തീർച്ചയാണ്. കാരണം അവർ ജീവിച്ച ശൈലിയും അവരടിയുറച്ച് വിശ്വസിച്ച ശൈലിയും അല്ലാഹു തആല കൽപ്പിച്ച രൂപത്തിൽ ഇസ്തിഖാമത്തിലാണ്. ഞാനും നിങ്ങളും അല്ലാഹുവോട് ചോദിക്കുന്നു, അതാണ് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. മുസ്തഖീമായ വഴിയിൽ ഞങ്ങളെ നിർത്തിത്തരണേ അല്ലാഹ്. അതല്ലേ 17 തവണ ആവർത്തിച്ച് ചോദിക്കുന്നത്. അത് സഹോദരങ്ങളെ, ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നൊരു കേവലം ചൊല്ലിയെന്നാണോ അതിന്റെ അർത്ഥം? അല്ലേ അല്ല. തൊട്ടടുത്ത് പറയുന്നത് സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം, അല്ലാഹ് അനുഗ്രഹിച്ച മഹാന്മാരുടെ മാർഗത്തിൽ നിന്നല്ലേ. അതാരാണ് ആ മഹാന്മാര്? അംബിയാക്കൾ, ശുഹദാക്കൾ, സ്വാലിഹീങ്ങൾ, ഔലിയാക്കൾ. എന്താണ് അവർ റൂട്ട്? ഇസ്തിഖാമത്തിന്റെ റൂട്ടാണ്, നേരെ ചൊവ്വയുള്ള റൂട്ടാണ്. ഒരു വിഷയത്തിലും വക്രതയില്ല, വളച്ചുകെട്ടില്ല. ഖൽബിലും അങ്ങനെ തന്നെ. അപ്പൊ എല്ലാ നിലക്കുമുള്ള നേരെ ചൊവ്വയുള്ള മാർഗമാണ് ചോദിക്കുന്നത്. അള്ളാഹു നമുക്കത് ഊട്ടിയുറപ്പിച്ചു നൽകുമാറാകട്ടെ. അങ്ങനെ അങ്ങോട്ട് നിന്നാൽ, കൽപ്പന ആ രൂപത്തിൽ അങ്ങ് അനുസരിച്ചാൽ പിന്നെ ഒന്നും പേടിക്കാനുള്ള, ദുന്യാവും പേടിക്കാനില്ല. വലാഹും യഹ്സനൂൻ. ആഖിറത്തെ കുറിച്ചൊരു ടെൻഷനോ, ആഖിറത്തിലെത്തിയിട്ടൊരു ദുഃഖമോ ഇല്ല. അബൂ മുസ്ലിം അൽ ഖൗലാനി റളിയല്ലാഹു അൻഹുവിനോട് ഭാര്യ പറഞ്ഞു, ഒരു ദിവസം വിളിച്ചിട്ട്, നിങ്ങൾ വേഗം പോയിട്ട് കുറച്ച് പൊടി വാങ്ങിയിട്ട് വരണം, പത്തിരി ചുടാനാണ്. അപ്പൊ ഭാര്യനോട് മഹാൻ പറഞ്ഞു, എന്റെ അടുത്ത് കാര്യമായിട്ട് കാശൊന്നുമില്ല എന്നാണ്. ഭാര്യ പറഞ്ഞു, കാശ് എന്റെ അടുത്തുണ്ട്. എന്താ കാശ്? എങ്ങനെ കാശ് കിട്ടി? ഞാൻ അവിടെ ചെറിയൊരു പണിയെടുത്തു. എന്ത്? ഒന്ന് തുന്നിക്കൊടുത്താ കാശ് കിട്ടൂലേ? തുന്നൽ പണി തൊഴിലന്നല്ലേ? വസ്ത്രം തുന്നാലോ, പുതപ്പ് തുന്നാ, പായ തുന്നിണ്ടാക്കി റെഡിയാക്ക. പഴയ കാലത്തല്ലേ സ്ത്രീകളൊക്കെ എത്ര പായ തുന്നിണ്ടാക്കി റെഡിയാക്കി, നല്ല കൈലുകളൊക്കെ, മുറം, കൊട്ട. ഇപ്പോഴൊക്കെ കാശ് കൊടുത്ത് വാങ്ങണം. അതൊക്കെ ഒരു ഇൽമാണ്, ഒരു വിദ്യയാണ്. പഠിച്ചു കഴിഞ്ഞാൽ എത്ര സമ്പാദ്യം ഉണ്ടാക്കുക. ഹലാലായ രൂപത്തിലുള്ള സമ്പാദ്യല്ലേ? സഹോദരന്മാർക്ക് വീട്ടിൽ വെച്ച് ചെയ്യാവുന്ന വേലകളാണ് അതൊക്കെ, അല്ലേ? അച്ചിപ്പായി എന്ന് പറയും, ഇവിടെ എന്താ പേര് എനിക്കറിയില്ല. ആ പായൽ കിടക്കാൻ തന്നെ നല്ല സുഖ. പക്ഷെ ഇപ്പൊ ചോദിച്ചാല് ഇവിടെ ഒന്നും കാണാനില്ല എന്ന് പറയും പലരും. ഇപ്പൊ വേറെ പായ എടുത്തു തരാ അതിന്റെ പകരം. അതൊക്കെ പഴയ കാലത്ത് ഉമ്മമാര് വീട്ടിൽ വെച്ച് ശരിക്കും മുടഞ്ഞ് റെഡിയാക്കി, അതൊന്നും പെട്ടെന്നൊന്നും കേടരൂല, കുറേ കാലം ഉപയോഗിക്കാം. പഴയ കാലത്തെ മുറ ഒന്ന് നോക്കി എത്ര കാലം ഉണ്ടാവും. ചില പുരയിലൊക്കെ മുറ കൊട്ടകളൊക്കെ, കൈലുകളൊക്കെ നല്ല ചിരട്ട കൈലുകളൊക്കെ നല്ല വൃത്തിയിൽ ഭംഗിയിൽ. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ഒരു പണി, ഒരു ചെറിയ തുന്നൽ പണി ഞാൻ കൊടുത്ത് എനിക്കും കിട്ടിയിട്ടുണ്ട്. ദിർഹം, ഒരു ദിർഹം ഇതാ, ഇത് കൊണ്ടേക്കൊള്ളുന്നു. ഭർത്താവിന്റെ അടുത്ത് കൊടുത്തു. അബൂ മുസ്ലിം തങ്ങളെ അടുത്ത്. മഹാനവറുകളുടെ ഇസ്തിഖാമത്തിന്റെ ശൈലി നേരത്തെ ഒരു ഉദാഹരണം പറഞ്ഞല്ലോ. ഒരുപാട് വിഷയങ്ങൾ മഹാനവറുകളുടെ റിപ്പോർട്ടുണ്ട്. ഈ ഒരു ദിർഹമായിട്ട് പോയി അങ്ങാടിയിൽ പോയി പൊടി വാങ്ങാനാ പോയത്. പത്തിരി ചുടണം വൈകുന്നേരം ആകുമ്പോ. അങ്ങാടിയിൽ പോയി ഭക്ഷണം വിൽക്കുന്ന ഒരാളടുത്ത് പോയി നിന്നു വാങ്ങാൻ വേണ്ടി. നിന്നപ്പോ പരിസരത്തൊരു യാചകൻ വന്നു നിന്നു, അബൂ മുസ്ലിം തങ്ങളെ പരിസരത്ത്. എന്നിട്ട് വിളിച്ചു, യാ അബാ മുസ്ലിം തസദ്ദഖ അലയ്യ, എനിക്ക് വല്ല സ്വതക്കി തരണം എന്നാണ്. പടച്ചോനെ, അബൂ മുസ്ലിം റളിയല്ലാഹു അൻഹു ചിന്തിച്ചു, ഈ ഒരു ദിർഹം ആരുതാ? ഭാര്യന്റെ പൊടി വാങ്ങാൻ തന്നല്ലേ? പക്ഷെ ചോദിക്കുന്ന ആള് സ്വതക്കറെന്നാല് അർഹതയുള്ള യാചകന്മാര് വന്നാൽ ഒരിക്കലും വരട്ടരുത്, മടക്കി വിടരുത്.
അവരോട് വിമർശിക്കരുത്, എതിർക്കരുത്. കഴിയുന്നത് കൊടുക്കണം. ഓരോരുത്തർക്കും ഓരോ കഴിവായിരിക്കും, കൊടുക്കണം അല്ലേ? ചിലപ്പോ വീടും മതിലൊക്കെ കണ്ടിട്ട് ഇങ്ങനെ വരുമ്പോ ആൾക്കാർ കരുതും ഏകദേശം ഒരു 100 അല്ലെങ്കിൽ 500 കിട്ടും. നല്ല വീടിന് കുഴപ്പം പറയല്ല, മതിലും കുഴപ്പം പറയല്ല. പക്ഷെ കിട്ടിയിട്ട് ആളിങ്ങനെ പോകും വിചാരിച്ചു. ഒന്നുകിൽ തരുന്നതിനനുസരിച്ച് വീടും മതിലും ആക്കുക, അല്ലെങ്കിൽ മതിലിന് വീടിനനുസരിച്ച് ഒന്ന് തരിക എന്ന് പോകുന്ന ആളുകൾ ഇങ്ങനെ മന്ത്രിക്കും. കാരണം കൊടുക്കാറുണ്ടോ ഇല്ല എന്നുള്ള ചിന്ത ഉണ്ടാവില്ലല്ലോ. ഒരു പക്ഷെ എല്ലാറ്റായിരിക്കും ഇത് കൊടുക്കുന്നത്. പക്ഷെ അയാൾ ഇങ്ങനെ വിലയിരുത്തും, സുബ്ഹാനല്ലാഹ്, ഒരു 10 ലക്ഷമെങ്കിലും വന്നിട്ടുണ്ടാവും ഈ മതിലിന്. അങ്ങനെ കെട്ടേണ്ടി വരും ചിലപ്പോൾ. ചില മതിലൊക്കെ കുറെ സ്ഥലവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വലിയ മതിൽ കെട്ടേണ്ടി വരും. പക്ഷെ തന്നത് 10 രൂപ മാത്രമാണ്, 100എങ്കിലും തരായത്. അപ്പൊ അയാളെ മനസ്സിലുള്ളൊരു ചിന്തയാണ്, ഒന്നെങ്കിൽ തരുന്നതിനനുസരിച്ച് മതിൽ ചെറുതാക്കുക, അല്ലെങ്കിൽ മതിലനുസരിച്ച് തരുന്നത് നന്നാക്കുക. അബൂ മുസ്ലിം തങ്ങൾ ആകെ ഒരു ദിർഹമാണ്, ദിർഹം കൊടുത്തു. ഇനിയിപ്പോ ഈ ചാക്കിൽ ഈ സഞ്ചിയിൽ എന്താ വാരിക്കൊണ്ടുപോവുക? മഹാനവറുകൾ തൊട്ടപ്പുറത്ത് പോയിട്ട് കുറച്ച് മണൽ അതിലേക്ക് വാരിയിട്ടു. പിന്നെയോ അപ്പുറത്തുണ്ട് നല്ലൊരു മരമില്ല്. ആ മരമില്ലിൽ നിന്ന്, മില്ലിൽ നിന്ന് മരത്തിന്റെ കുറെ പൊടികളും അതിലേക്ക് അങ്ങ് വാരിട്ടു. ശരിക്കത് കെട്ടിയിട്ടു. വെറും കവറോടെ വന്നാൽ ഭാര്യയ്ക്ക് വിഷമാണല്ലോ. അപ്പൊ കണ്ട മാത്രയിൽ തന്നെ ഒരു സന്തോഷം കിട്ടിക്കോട്ടെ എന്ന് എഴുതിയിട്ട് ഈ കവർ അങ്ങോട്ട് കൊടുത്തു. മഹാനവറുകൾ തിരിച്ചു പോന്നു. ഇശാഇന്റെ നിസ്കാരവും കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തലാണ് പതിവ്. സുബ്ഹാനല്ലാഹ്, മഗ്രിബാകുമ്പോഴേക്ക് ഇതും ഏൽപ്പിച്ച് തിരിച്ചങ്ങനെ വന്നു. നിസ്കാരമൊക്കെ കഴിഞ്ഞ് രാത്രി അങ്ങ് വീട്ടിലെത്തി. അബൂ മുസ്ലിം തങ്ങൾ ചിന്തിക്കുന്നു, പഠിച്ചോനെ, വാതിൽ മുട്ടുമ്പോഴേക്ക് എന്തായിരിക്കും പ്രതികരണം? കൊണ്ടുപോയത് പൊടിയല്ലല്ലോ, നല്ല 1-ാം നമ്പർ മണ്ണും അപ്പുറത്തുള്ള മരമില്ലിൽ നിന്ന് കുറച്ച് പൊടിയുമല്ലേ എടുത്തേക്ക് നിറച്ചു കൊണ്ടുപോയത്. വീട്ടിലെത്തിയപ്പോൾ കതക് തുറക്കുന്നു, സലാം പറയുന്നു, സലാം അടക്കുന്നു. അങ്ങനെ വീട്ടിൽ പോയി ഇരുന്നു. ഇരുന്നപ്പോഴേക്ക് ചോദിക്കുന്നു, ഭക്ഷണം എടുക്കല്ലേ എന്ന് ചോദിക്കുന്നു. ആര് ചോദിച്ചു? ഭക്ഷണം എടുക്കല്ലേ? ഭക്ഷണം എടുക്കാന്ന് പറഞ്ഞു. നേരെ മുന്നിലതാ പാത്രത്തിന് നല്ല പത്തിരി കൊണ്ടുവന്ന് വെക്കുന്നു. പാത്രത്തിന് നല്ല പത്തിരി. മഹാനവറുകൾ ചോദിച്ചു, മിന്നൈനലക്കും ഹാദാ, ഈ പത്തിരി ഉണ്ടാക്കിയത് ഏത് പൊടിയിൽ നിന്നാണ്, എവിടുന്ന് കിട്ടിയതാണ്? ഉടനെ പറയുന്നു, നിങ്ങളല്ലേ ഇപ്പൊ കൊണ്ടുവന്നത് എനിക്ക് കവറില്. ബാക്കി പൊടി കാണിച്ചു കൊടുക്കുന്നതാ, ബാക്കിയുണ്ടതില്. ഈ പൊടി എടുത്തിട്ടാണ് പത്തിരി ചുട്ടത്. സുബ്ഹാനല്ലാഹ്, ഫജഅല യഅകുലു വയബ്കീ. അബൂ മുസ്ലിം തങ്ങൾ കരഞ്ഞുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നു. ഒരു ദിർഹം അല്ലാഹ് കൽപ്പിച്ച മാർഗത്തിൽ അങ്ങ് കൊടുത്തപ്പോ സാക്ഷാൽ മണ്ണും മരത്തിന്റെ പൊടിയും അല്ലാഹ് യഥാർത്ഥ പൊടിയാക്കി കൊടുത്തു. മഹാന്മാർ അവരെ ഇസ്തിഖാമത്തിന്റെ മേഖലയിൽ അങ്ങ് ഉറച്ചു നിൽക്കുമ്പോ കൊടുക്കേണ്ടത് മുഴുവനും അല്ലാഹ് അങ്ങ് കൊടുക്കുകയാണ്. ഒന്നും പേടിക്കാനില്ല, ഒന്നും വിഷമിക്കാനില്ല, മുഴുവനും അല്ലാഹു കൊടുക്കുകയാണ്. ദുനിയാവിലും അങ്ങനെ തന്നെ, ആഖിറത്തിലും അങ്ങനെ തന്നെ. അവരെ ബറക്കത്തുകൊണ്ട് അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ. ആ മഹാന്മാരുടെ ഏറ്റവും വലിയ തൗഫീഖ് ഇസ്തിഖാമത്തിന്റെ മാർഗത്തിലായി അടിയുറച്ചു നിൽക്കാൻ നിന്നു എന്നുള്ള തൗഫീഖാണ്. ഇരിക്കട്ടെ സഹോദരങ്ങളെ, അവരെ വഴിയിലായിട്ട് നമ്മളും ജീവിക്കണം. അവരെ കൂടെ തന്നെ സ്വർഗത്തിലെത്താൻ നമ്മൾ അല്ലാഹുവിനോട് ദ്വാരക്കുന്നവരാണ്. അവരെ കൂട്ടത്തിൽ തന്നെ ചേർന്ന് കിട്ടാൻ വേണ്ടി നമ്മൾ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നവരാണ്. ആ മഹത്തുക്കൾ ഇവിടെ ജീവിച്ചിട്ട് പലരും പിരിഞ്ഞു പോകുന്നതിന്റെ മുമ്പ് സ്വർഗത്തിലുള്ള കൂട്ടുകാരനെയും കൂട്ടുകാരിയെയും കണ്ട് പിരിഞ്ഞു പോയവരാ. എത്ര മഹാന്മാരുണ്ട്. അള്ളാഹിനോട് അവർ ചോദിച്ചു, പഠിച്ചോരെ, ഇവിടെ വെച്ച് തന്നെ നാളെ സ്വർഗത്തിൽ അടുത്തിരിക്കുന്ന ആളെ കാണിച്ചു തരണം. അള്ളാഹു തആല കാണിച്ചു കൊടുക്കുക. എത്രമാത്രം വലിയ ഉറപ്പിലാണ് ചോദിക്കുന്നത്. ഇവിടുന്ന് പോണതിന്റെ മുമ്പേ നാളെ എന്റെ അടുത്ത സീറ്റിൽ കൂട്ടുകാരനായിട്ട് ഇരിക്കൂലേ സ്വർഗത്തിൽ, അയാളെ കാണിച്ചു തരണം, ഞാൻ പോയിക്കോളാം. എത്ര ആളുകൾക്കാണ് അല്ലാഹു അങ്ങനെ കാണാൻ ഭാഗ്യം കൊടുത്തത്? കേട്ടിട്ടില്ലേ? വലിയ പണ്ഡിതനായ മഹാനായ റബീഉ ഇബ്നു ഹൈസം റളിയല്ലാഹു അൻഹു മഹാനവറുകൾക്ക് നിർദ്ദേശം കിട്ടി, നിങ്ങളെ സ്വർഗത്തിൽ അല്ലാഹു നിങ്ങൾക്ക് നാളെ നല്ലൊരു കൂട്ടുകാരിയെ തരുന്നുണ്ട്. ആ കൂട്ടുകാരിയുടെ പേര് മൈമൂന എന്നാണ്. ബസ്രയിലാണ് ആ പെണ്ണിന്റെ താമസം.
മഹാനവറുകൾക്ക് അങ്ങനെ വിവരം കിട്ടിയപ്പോ താമസിക്കാതെ പെട്ടെന്ന് വാഹനമെടുത്തങ്ങോട്ടെത്തി. ജനങ്ങളോട് ചോദിച്ചു, ഇവിടെ മൈമൂന എന്ന് പറയുന്ന സ്വാലിഹത്തായ ഒരു പെണ്ണുണ്ടോ? ആളുകൾ പറഞ്ഞു, ഇവിടെ ഒരു മജ്നൂനത്തായ പെണ്ണുണ്ട്, ഒരു ഭ്രാന്തത്തിയായ പെണ്ണുണ്ട്. ആ പെണ്ണ് അവിടെ ആ മലന്റെ മുകളിലൊക്കെ ഇങ്ങനെ നടക്കുന്നത് കാണും. നിങ്ങൾ പോയി നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ പെണ്ണിന് എന്താ സ്വഭാവം എന്ന് വെച്ചാൽ, പെണ്ണ് ആടിനെ മേക്കും കൂലിക്ക്. കിട്ടുന്ന കൂലിയോ സാധുക്കൾക്ക് തമ്പ്ര് വാങ്ങിക്കൊടുക്കും. അങ്ങനെ ആടിനെ മേക്കും. മേജർ കിട്ടുന്ന കൂലി പാവങ്ങൾക്ക് ഫക്കീറന്മാർക്ക് ഒരു ഭക്ഷണം കഴിക്കാൻ കാരക്ക വാങ്ങിക്കൊടുക്കും, കൊണ്ടേക്കൊള്ളിന്ന് പറഞ്ഞു. പിന്നെ ആ പെണ്ണിന് എന്തെങ്കിലുമൊക്കെ അധ്വാനിച്ച് കിട്ടുന്നതിൽ നിന്നുള്ള സ്വന്തമായിട്ടുള്ള ആടുകളിൽ നിന്ന് കറന്നിട്ടെടുത്തുന്ന പാലുകൊണ്ട് പെണ്ണ് ഭക്ഷിക്കും. പക്ഷേ അങ്ങനെ നടക്കുന്ന പെണ്ണാണ്. രാത്രിയൊക്കെ മലമുകളിൽ അങ്ങനെ സൗണ്ട് ഇട്ടുകൊണ്ട് ആ പെണ്ണങ്ങനെ ചൊല്ലുന്നത് കേൾക്കും. അജബല്ലിൽ മുഹിബ്ബി കൈഫ യനാമു കുല്ലു നൗമിൻ അലൽ മുഹിബ്ബി ഹറാമു. രാത്രി ഉറങ്ങാതെ അള്ളാഹുവിനെ ചിന്തിച്ചുകൊണ്ട് അള്ളാഹിന്റെ മഹബത്തിലായി പാട്ടങ്ങനെ പാടി നടക്കും മലക്കുമുകളിൽ. മുഹിബിന്റെ കാര്യം അത്ഭുതമാണ്. അള്ളാഹുവിനെ പ്രിയം വെക്കുന്ന ആള് എങ്ങനെ ഉറങ്ങാനാണ്? റബ്ബിന്റെ മഹബത്ത് യഥാർത്ഥത്തിൽ ശരീരത്തിന്റെ ബാഹ്യഭാഗത്തല്ല, മജ്ജയിലും മാംസത്തിലും കൽബിലും കരളിലും ഒരുപോലെ ലയിച്ചു ചേർന്നാൽ നിസ്കാരം തീരാത്തവരില്ലേ, ദിക്ർ നിർത്താത്തവരില്ലേ, സ്വലാത്ത് ചൊല്ലിയിട്ട് മതിയാക്കാത്തവരില്ലേ, ഉറങ്ങാത്തവരുണ്ട്. അജബല്ലിൽ മുഹിബ്ബി കൈഫ യനാമു കുല്ലു നൗമിൻ അലൽ മുഹിബ്ബി ഹറാമു. ഞാൻ അള്ളാഹുവിനെ മഹബത്ത് വെക്കുന്ന ഒരു പെണ്ണല്ലേ, ആ മഹബത്ത് ഞാനിങ്ങനെ ഉറങ്ങി തീർക്കാനുള്ളതല്ലല്ലോ. സഹോദരങ്ങളെ, നമുക്കതിന് കഴിയുമോ? അവരെ മഹത്വം നോക്ക്, എത്രയാണ് അവരെങ്ങനെ ജീവിക്കുന്നത്. ഇമാമുൽ ആലം അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു പറ്റിയിട്ട് നടന്നു പോകുമ്പോ ഒരാൾ മറ്റൊരാളോട് പറഞ്ഞു, ആ പോകുന്ന ആളറിയോ? ഹദാ റജുലുൻ യുഹീൽ ലൈല കുല്ലഹു. പോകുന്ന ആളെ രാത്രി മുഴുവനും ഹയാത്താക്കുന്ന, രാത്രി മുഴുവനും ഇബാദത്ത് കൊണ്ട് സജീവമാക്കുന്ന മഹാനാണ്. അത് പറഞ്ഞപ്പോ അബൂ ഹനീഫത്തുൽ കൂഫി തങ്ങൾ ചിന്തിക്കാണ്, പഠിച്ചോനെ എന്നെ പറ്റിയാ പറയുന്നത്, എന്നെ പറ്റിയാണ് പറയുന്നത്, ഞാൻ രാത്രി ഹയാത്താക്കുന്ന ആളല്ലല്ലോ. മഹാനവർക്ക് പറയാണ്, ജനങ്ങൾ എന്താണ് എന്നെ പറ്റി പറയുന്നത്, നമ്മളെ പറ്റി അങ്ങനൊന്ന് പറഞ്ഞാൽ തന്നെ നമ്മളൊന്ന് ഉയർത്തി നിൽക്കാം. ഞാൻ അത്യാവശ്യം തിരക്കുള്ള ഉഷാറാണ്, പറഞ്ഞില്ലേ, ഞാൻ എത്ര വലിയ ഉഷാറാണ്, ഞാൻ തിരക്കുള്ള ആള് ഉഷാറാണ്. അല്ല, ആൾക്കാരങ്ങനൊക്കെ പറഞ്ഞു ഞാൻ അത്യാവശ്യം വേണ്ടേ. എന്ത് ഒരാളങ്ങനെ പറഞ്ഞു കേട്ട അബൂ ഹനീഫ തങ്ങൾ പേടിച്ചു പോയി, എന്നെ പറ്റിയോ പഠിച്ചോനെ പറഞ്ഞത്. മഹാനവറുകൾ നീണ്ട 40 കൊല്ലം വഫാത്ത് വരെ ഇശാഇനെടുത്ത വുളു കൊണ്ടാണ് പിന്നെ സുബ്ഹി നിസ്കരിക്കുന്നത്. പിന്നെ രാത്രി ഉറങ്ങിയിട്ടില്ല. അള്ളാഹുവിന്റെ അടുക്കൽ ഞാൻ ജയിക്കുന്ന ആളാകണ്ടേ. ജനങ്ങൾ അങ്ങനെ പലതും പറഞ്ഞേക്കും, അതുകൊണ്ട് എനിക്ക് ജയിക്കാൻ പറ്റുമോ? അത് പോരല്ലോ, റബ്ബിന് ഖിദ്മത്ത് ചെയ്യണ്ടേ. അതാ മൈമൂന റളിയല്ലാഹു അൻഹ ബീവി അങ്ങനെ ചൊല്ലി നടക്കുന്നു. അങ്ങനെ റബീഉ ഇബ്നു ഹൈസം തങ്ങൾ ചെന്നു, മലക്ക് മുകളിൽ കയറി ചെന്നു നോക്കുമ്പോൾ നിസ്കരിക്കാം. ആ മഹദി നിസ്കരിക്കാണ്. ചുറ്റുഭാഗത്തും ആടുകൾ മേയുന്നുണ്ട്. മുഅദ്ദിആബ് ചെന്നായന്റെ കൂടെ ആടുകൾ മേയുന്നു, ആടിന്റെ കൂടെ ചെന്നായുണ്ട്, രണ്ടു കൂട്ടർ മെയ്യാണ്. ആട് ചെന്നായനെ കണ്ടാ പിടിക്കാനല്ലേ നോക്കുക, ചെന്നായനെ കണ്ടാല് ആട് ഓടാനല്ലേ നോക്കുക. പക്ഷേ എന്തൊരു സൗഹൃദമാണ്. നിസ്കാരം കഴിഞ്ഞിട്ട് സലാം പറയുന്നു, അസ്സലാമു അലൈക്കി യാ മൈമൂന. സ്വർഗത്തിൽ അല്ലാഹു തആല നാളെ കൂടെ ജീവിതം തരുന്ന മഹദിയല്ലേ. സലാം പറഞ്ഞപ്പോ തിരിച്ചു മറുപടി എന്താണെന്നറിയോ? വഅലൈക്കസ്സലാം യാ റബീ.
റബീ ഇബ്നു ഹൈസം റളിയല്ലാഹു അൻഹുവിനോട് റബീ എന്ന് പേര് വിളിച്ച് മറുപടി പറഞ്ഞപ്പോ മഹാൻ ചോദിച്ചു, മൻ അഖ്ബറക ഇസ്മി, എന്റെ പേര് ആരാ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്? ആ സമയത്ത് മഹദി പറഞ്ഞു, അല്ലദീ അഖ്ബറകൽ ബാരിഹ, ഇന്നലെ എന്നെ പറ്റി ആരാണോ നിങ്ങൾക്ക് വിവരം തന്നത് ആ മഹാൻ തന്നെ നിങ്ങളെ പേരും എനിക്ക് പറഞ്ഞു തന്നു. നിങ്ങൾക്ക് ഇന്നലെ വിവരം കിട്ടില്ലേ, ഞാനാണ് സ്വർഗത്തിൽ നിങ്ങളോടൊപ്പമെന്ന്. അതുകൊണ്ട് അവര് തന്നെയാണ് എനിക്കും വിവരം തന്നത്, നിങ്ങളെ പേര് റബിയാണെന്ന്. പിന്നെ ചോദിക്കുന്നു, ഈ ആടുകളെ കൂടെ എന്താ ചെന്നായകൾ ഇങ്ങനെ നടക്കുന്നത്? ആ സമയത്ത് മഹദി പറഞ്ഞു, ഒന്നുമല്ല, ലമ്മാ തഅല്ലഖ ഹുബ്ബുഹു ബിഖൽബി വഅഹ്തകമ തറക്തു ദുനിയാ അൻ ഖൽബി. അല്ലാഹുവിനോടുള്ള ഹുബ്ബ് അതെന്റെ ഹൃദയത്തിൽ അങ്ങ് ഉറച്ചപ്പോ, നല്ലോണം ഭദ്രമായ രൂഢമൂലമായപ്പോ എന്റെ കൽബിൽ നിന്ന് ഞാൻ ദുനിയാവ് ഒഴിവാക്കി. അപ്പൊ അല്ലാഹു തആല ഈ ആടുകൾക്കും ചെന്നായകൾക്കിടയിലും സൗഹൃദം നൽകി. എനിക്ക് ദുനിയാവ് വേണ്ടാന്ന് ചെന്നായകൾക്ക് മനസ്സിലായപ്പോ ആ ബീവി മേയ്ക്കുന്ന ആടുകളെ ഒന്നും നമ്മൾ ശല്യം ചെയ്യണ്ട, നമുക്കവർക്ക് കാവലായി നിന്ന് കൊടുക്കാന്ന് അവർ തീരുമാനിച്ചു. അങ്ങനെയാണ് അല്ലാഹു തആല ആ സൗഹൃദം നൽകിയത് നിങ്ങൾ കണ്ടത്. പിന്നെ മഹദി പറഞ്ഞു, അസ്മഇനി അസ്മഇനി മിൻ കലാമി സയ്യിദി, അല്ലാഹുവിന്റെ വചനങ്ങളിൽ നിന്ന് വല്ലതും എനിക്ക് ഓതിത്തരുമോ? അതാ റബീ ഇബ്നു ഹൈസം തങ്ങൾ പറയാണ്, ഞാനങ്ങ് യാ അയ്യുഹൽ മുസമ്മിൽ സൂറത്ത് ഓതി അതിലുണ്ടല്ലോ ഒരു ഭാഗം, ഇന്നലദൈനാ അൻകാലം വജഹീമാ വത്ആമൻ ദാ ഗുസ്സത്തിൻ വഅദാബൻ അലീമാ. അല്ലാഹു നമ്മോട് പറയുന്നൊരു വാണിങ്ങാണത്. നമ്മളെ പക്കല് അങ്കാലൻ, ഒരിക്കലും കുരുക്കഴിക്കാൻ കഴിയാത്ത കുടുക്ക് ചെങ്ങലകളുണ്ട്. വജഹീമാ, ചൂട് കുറയാത്ത നരകമുണ്ട്. വത്ആമൻ ദാ ഗുസ്സാ, തൊണ്ടയിൽ കുടുങ്ങുന്ന ഭക്ഷണമുണ്ട്. നരകത്തിലെ ഭക്ഷണമില്ലേ സഖൂം ഭക്ഷണം, അത് തൊണ്ടയിൽ കുടുങ്ങുന്ന ഭക്ഷണമാ. അവിടെ കിട്ടുന്ന പാനീയമില്ലേ, തൊണ്ട ഉരുകിപ്പോകുന്ന പാനീയമാണ്. ഈ ആയത്ത് ഞാനങ്ങ് ഓതിയപ്പോ ഒരൊറ്റ അട്ടഹാസം അട്ടഹസിച്ചിട്ട് മഹദി അങ്ങ് വീണു. അതോടെ മരണം സംഭവിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോ കുറെ പെണ്ണുങ്ങൾ വന്നു. ഈ മൈമൂന ബീവി മൈമൂനത്തുൽ മിസ്രിയെ എടുക്കാൻ വേണ്ടിയിട്ട്, അവരെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് റബീ ഇബ്നു ഹൈസം തങ്ങൾ ചോദിച്ചു, നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ബീവി മരിച്ചു എന്ന് മനസ്സിലായത്? ആ സമയത്ത് അവര് പറഞ്ഞു, ഈ മഹദി ചൊല്ലു, ഇല്ലാ ബൈന യദൈ റബീ, എന്റെ സ്വർഗത്തിലുള്ള കൂട്ടുകാരനായി എനിക്ക് നീ തരാനിരിക്കുന്ന റബീ ഇബ്നു ഹൈസം തങ്ങളെ മുന്നിലല്ലാതെ എന്നെ മരിപ്പിക്കരുതേ അല്ലാ എന്ന് മൈമൂനത്തുൽ മിസ്രിയെ ചൊല്ലാറുണ്ട്, ദ്വാർക്കാറുണ്ട്. ഈ തങ്ങളെ നിങ്ങളെ സാന്നിധ്യം മനസ്സിലാക്കിയപ്പോ ഞങ്ങൾ തീരുമാനിച്ചു, ബീവിയുടെ ദുആ അല്ലാഹ് സ്വീകരിച്ചിട്ടുണ്ട്, ഇനി മരണം നടക്കുന്നു. അങ്ങനെയാ ഞങ്ങൾ ഈ മയ്യത്തെടുക്കാൻ വേണ്ടി വന്നത്. മഹദി അങ്ങ് വഫാത്തായി പോയി. അവസാനം കണ്ട കാഴ്ച നാളെ സ്വർഗത്തിൽ കൂടെ ഇരിക്കുന്ന ആളെയാണ്. അല്ലാഹു അവരെ ബറക്കത്തുകൊണ്ട് നമ്മളെ നന്നാക്കി തരട്ടെ. മഹാന്മാര് അങ്ങനെ നിന്നപ്പോ, ദുനിയാവിൽ അങ്ങനെ ജീവിച്ചപ്പോ, നാളെ സ്വർഗത്തിലെത്തിയിട്ട് വലിയ ഗ്രേഡിൽ ഉയരാൻ ദുനിയാവിൽ തന്നെ അല്ലാഹു അവർക്ക് തൗഫീഖ് നൽകി, നല്ല അവസരം നൽകി. അവരെ അല്ലാഹു നമുക്ക് മാതൃകയാക്കി തന്നു. ആ മഹാന്മാര് നല്ല ഇസ്തിഖാമത്തിലായി ജീവിച്ചതുപോലെ അവരെ മഹബ്ബത്ത് വെച്ച് ഇസ്തിഖാമത്തിലായി ജീവിക്കാൻ അല്ലാഹു നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് തരട്ടെ. നമ്മുടെ മജ്ലിസ് അല്ലാഹു കബൂലാക്കി തരട്ടെ.